ഹലോ ഡിയർ ഫ്രണ്ട്സ്, നീറ്റ് എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളൊന്നായ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്റർ എല്ലാ വർഷവും 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യൻസോ വരാറുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ഹൈ വെയിറ്റേജ് ചാപ്റ്റർ വെറും 100 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്ററും 20ഓളം വർഷങ്ങളിൽ ചോദിച്ച പല PYQകളും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരൊറ്റ ഡിസ്കഷൻ കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വളരെ ലിമിറ്റഡ് ടൈമിൽ സൂപ്പറായിട്ട് നമുക്ക് പഠിച്ച് ഫിനിഷ് ചെയ്യാം. സോ മക്കളെ, നമുക്ക് ചാപ്റ്ററിലേക്ക് മൂവപ്പ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഡയറക്റ്റ് കറണ്ടിനെ പറ്റിയാണ്. നമ്മൾ മക്കളെ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ട് ഒഴുകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. കറണ്ട് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, അതിനെയാണ് മക്കളെ ഡയറക്റ്റ് കറണ്ട്. വോൾട്ടേജിൻ്റെ പൊളാരിറ്റി ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇതാണ് മക്കളെ ഡയറക്റ്റ് കറണ്ട്, നമ്മുടെ ബാറ്ററി എന്നൊക്കെ വരുന്ന കറണ്ട്. സോ ഡയറക്റ്റ് കറണ്ടിൽ ദിസ് ഈസ് എ ഫിഗർ ഓഫ് പ്യുവർ DC. മക്കളെ ഇതൊരു പ്യുവർ DCയുടെ പടമാണ്. അതേപോലെ ദിസ് ഈസ് പൾസുവേറ്റിംഗ് DC. പ്യുവർ DCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര സമയം കഴിഞ്ഞാലും വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഒക്കെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്യുവർ DC എന്ന് പറയാം. വാല്യൂ എന്തായിരിക്കും, എത്ര സമയം കഴിഞ്ഞാലും വാല്യൂ മാറുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പ്യുവർ DC എന്ന് പറയുന്നത്. ഇനി മക്കളെ പൾസുവേറ്റിംഗ് DC എന്താണ് എന്ന് പറഞ്ഞാൽ, പൾസുവേറ്റിംഗ് DC നോക്കി ഇവിടെ ഡയറക്ഷൻ മാറത്തില്ല. ഇവിടെയുള്ള പ്രത്യേകത വാല്യൂ മാറില്ല, ഡയറക്ഷൻ മാറില്ല. വാല്യൂ മാറത്തില്ല, ഡയറക്ഷൻ മാറത്തില്ല എങ്കിൽ അത് പ്യുവർ DC ആണ്. പക്ഷേ പൾസുവേറ്റിംഗ് DCക്കകത്ത് വാല്യൂ മാറും, പക്ഷേ ഡയറക്ഷൻ മാറത്തില്ല. ഡയറക്ഷൻ കണ്ടോ, ഒരേ ഡയറക്ഷൻ തന്നെ, പക്ഷേ വാല്യൂ എന്ത് ചെയ്യും, കൂടും കുറയും. ഇതാണ് പൾസുവേറ്റിംഗ് DC എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് DC. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള AC ആണ്, അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് മക്കളെ നമുക്ക് വേണ്ടത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കറണ്ട് അതിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ കറണ്ടിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയാം. കറണ്ട് വിച്ച് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കറണ്ട് അതിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ആ കറണ്ടിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് റിവേഴ്സ്ഡ് ആൾട്ടർനേറ്റീവ്ലി എന്ത് ചെയ്യും, പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. മക്കളെ ഇതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ഒരു സിനുസോയിഡൽ ഗ്രാഫാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ. ഇപ്പം നമ്മൾ വോൾട്ടേജ് ടൈം ഗ്രാഫ് വരച്ചിട്ടേക്കുവാണ്. സോ കണ്ടോ, ഒരു ഈക്വൽ ഇൻ്റർവൽ ടൈമിൽ ഇതിനകത്ത് എന്ത് പറ്റും, അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. മക്കളെ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറൽ എക്സ്പ്രഷൻ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് വോൾട്ടേജ് V = Vm sin ωt. ഈ ഇക്വേഷൻ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട്. V എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് AC വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ഓരോ വാല്യൂ ഇൻസ്റ്റൻ്റ് വാല്യൂ ആണ് V എന്ന് പറഞ്ഞാൽ. Vm എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ആണ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് Vm. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ് ഒമേഗ കാണാനുള്ള ഇക്വേഷൻ 2π/T അല്ലെങ്കിൽ 2πν ആണ്. 2π/T അതുപോലെ 2πν ആണ്. അതുപോലെ കറണ്ട് നിങ്ങൾക്ക് Im sin ωt എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. Im ആണ് പീക്ക് കറണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയൊക്കെ ആവറേജ് വാല്യൂകൾ മക്കളെ കണ്ടുപിടിക്കാനായിട്ട് പോവുക. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ഒരു Y എന്ന് പറയുന്നത്, Y ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. Y എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് Yയുടെ ആവറേജ് വാല്യൂ വേണം. T1 to T2 ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് വാല്യൂ വേണം എങ്കിൽ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇൻ്റഗ്രൽ T1 to T2 y dt ബൈ ഇൻ്റഗ്രൽ T1 to T2 dt. ഇത് വെച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആവറേജ് വാല്യൂ ഓഫ് Y ഇൻ്റഗ്രൽ T1 to T2 y dt ബൈ ഇൻ്റഗ്രൽ T1 to T2 dt. അടുത്ത നോക്കി, അപ്പോൾ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ എങ്ങനെ ആവും? അപ്പോൾ കറണ്ട് സമയത്തിനനുസരിച്ച് മാറുന്നൊരു ഫംഗ്ഷനാണ് കറണ്ട് എങ്കിൽ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഇൻ്റഗ്രൽ T1 to T2 I dt ബൈ ഇൻ്റഗ്രൽ T1 to T2 dt. അതേപോലെ ആവറേജ് വോൾട്ടേജ് കാണണമെങ്കിലോ ഇൻ്റഗ്രൽ T1 to T2 VDT ബൈ ഇൻ്റഗ്രൽ T1 to T2 dt. ഇനി ഇതേപോലെ ആവറേജ് പവർ കാണാം, ഇൻ്റഗ്രൽ T1 to T2 PDT ബൈ ഇൻ്റഗ്രൽ T1 to T2 dt. അപ്പം 6 വേണമെങ്കിലും ആവറേജ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇതാണ് ഇങ്ങോട്ട് നോക്കി. ഇനി ഇതാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇതിപ്പം ഒരു AC സൈക്കിളാണ്, ഒരു സിനുസോയിഡൽ വേവ് ആണ് മക്കളെ, ഒരു AC സൈക്കിളാണ്. ഇതിൻ്റെ ഒരു ഹാഫ് സൈക്കിളിലെ, അപ്പം ഈ ACയുടെ ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2Im/π ആണ് ഇവിടുത്തെ ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻ്റഗ്രൽ T1 T2 I dt ബൈ ഇൻ്റഗ്രൽ dt വെച്ച് ചെയ്തെടുത്ത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് വേണ്ട, നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ആവറേജ് വാല്യൂ 2Im/π. ഓക്കെ, നിങ്ങളുടെ റിപ്പീറ്റ് ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അല്ലാത്തവരൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ ആ പ്രൂഫ് ഫോളോ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ ഇപ്പം പഠിച്ചു വെക്കുക. ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെച്ചാൽ 2Im/π. അതേപോലെ ആവറേജ് വാല്യൂ, ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ മോനെ -2Im/π. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ 2Im/π ആണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ -2Im/π. അപ്പോൾ ആവറേജ് വാല്യൂ, അതായത്
ആവറേജ് വാല്യൂ ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ ആവറേജ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 2im/πയും മക്കളെ -2im/πയും കൂടെ കൂട്ടുന്നു. രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എത്ര ആകൂടാ? 0 ആണ് ആവറേജ് വാല്യൂ മക്കളെ, 0 ആണ്. ഇതേപോലെ തന്നെ ഒരു ആവറേജ് വോൾട്ടേജ്, ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ, ഒരു എ സിയുടെ കംപ്ലീറ്റ് സൈക്കിളിലെ ആവറേജ് വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അതും മോനെ 0 ആണ്. ആവറേജ് വോൾട്ടേജ് 0 ആണ്. ഓക്കെ, ആവറേജ് വാല്യൂ ഇതിൻ്റെ, അതായത് ഈ സിനുസോയ്ഡൽ വേവിൻ്റെ ആവറേജ് വാല്യൂ 2im/π, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ -2im/π, ആവറേജ് വാല്യൂ കറണ്ടിൻ്റെ 0. അതേപോലെ വോൾട്ടേജ് ആണെങ്കിൽ 2vm/π ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ -2vm/π. ആവറേജ് എടുത്താൽ വോൾട്ടേജിൻ്റെ ആയാലും മക്കളെ 0 വരും. സോ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ശ്രദ്ധിച്ച് എളുപ്പമാണ്. കറണ്ട് ഇൻ എ സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ, കറണ്ട് I എന്ന് പറഞ്ഞാൽ 8t ആണ് എങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. 0 തൊട്ട് 1 സെക്കൻഡ് വരെയുള്ള ടൈമിലെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ മക്കളെ ആവറേജ് വാല്യൂ കാണാം? I ആവറേജ്, എടാ I ആവറേജ് എങ്ങനെ I ആവറേജ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ നോക്കി, I ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ. I ആവറേജ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ T1 to T2 I dt ബൈ ഇൻ്റഗ്രൽ T1 to T2 dt ആണ് അല്ലേ? അപ്പോൾ നാളെ നോക്കി, ഇൻ്റഗ്രൽ T1 T2 I dt ബൈ ഇൻ്റഗ്രൽ dt ആണ്. അപ്പോൾ നോക്കി, I എന്ന് പറഞ്ഞാൽ എത്ര നിൽക്കുന്നത്? 8t ആണ്. I എന്ന് പറഞ്ഞാൽ 8t, I 8t ആണ്. ടൈം ഇൻ്റർവെൽ 0 to 1 സെക്കൻഡ്. അപ്പോൾ നാളെ കൊടുക്കാം I ആവറേജ്. നാളെ പറഞ്ഞ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവരും ബുക്ക് എടുത്ത് ചെയ്തേ. 0 to 1 Iക്ക് പകരം 8t dt ബൈ ഇൻ്റഗ്രൽ 0 to 1 dt. സോ അപ്പോൾ എങ്ങനെ വരും? വേണം നോക്കി, എങ്ങനെ I ആവറേജ് പറ. I ആവറേജ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 8t dt എന്ത് വരും? 8t²/2 ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു. ലിമിറ്റ് 0 to 1. താഴെ മക്കളെ ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 8. അപ്പർ ലിമിറ്റ് ടിക്ക് 1 കൊടുത്താൽ 1²/2. ലോവർ ലിമിറ്റ് 0²/2. ഇനി t 0 to 1 അപ്പോൾ ലിമിറ്റ് കൊടുത്തേ 1 - 0. അപ്പോൾ നോക്കി 8 × 1/2. ബാക്കി എല്ലാവരും പോയാലും 0 ആയിപ്പോയി. താഴെ 1 - 0 1 തന്നെ. 8 × 1/2 മക്കളെ 4 ആംപിയർ. സോ ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്. ഇതാണ് ഇവിടുത്തെ ആവറേജ് വാല്യൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. കറണ്ട് ഇൻ ദ സർക്യൂട്ട് മോനെ 8t ആണ്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, എളുപ്പമാണ്. ഇൻ്റഗ്രൽ I dt ബൈ ഇൻ്റഗ്രൽ dt. I dt ക്ക് പകരം 8t ആണ്. ഇൻ്റഗ്രൽ 0 to 1 8t dt ഇൻ്റഗ്രൽ dt. സോ 8t²/2 0 to 1 t 0 to 1 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സോൾവ് ചെയ്യുന്നു. 4 ആംപിയർ എന്ന് ആൻസർ വരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, നമുക്കെപ്പോഴും ഈ AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനെ സിനുസോയിഡൽ വേവ് മാത്രമല്ല, സ്ക്വയർ വേവോ ട്രയാങ്കുലർ വേവോ ഒക്കെ വരാം. സോ ടൂത്ത് വേവ് അങ്ങനെ പല രീതികളിലൊക്കെ വരാം. ട്രയാങ്കുലർ വേവ് ഒക്കെ വരാം. അങ്ങനെ പല രീതികളിൽ നമുക്ക് വരാം. സോ ഇപ്പം നമുക്ക് ജനറലി വരുന്നത് സിനുസോയിഡൽ വേവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ആൻ AC. ഒരു AC-യുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് IRMS എന്ന് പറഞ്ഞാൽ മക്കളെ പീക്ക് വാല്യൂവിനെ റൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം. പീക്ക് വാല്യൂവിനെ റൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ RMS കിട്ടും. PRMS എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ റൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ VRMS കിട്ടും. IRMS കാണാൻ Im/√2, VRMS കാണാൻ VM/√2. Im/√2 അതേപോലെ VM/√2. നമ്മൾ ഇനി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് AC അപ്ലൈ ടു എ റെസിസ്റ്റർ. ACയെ നമ്മൾ ഒരു റെസിസ്റ്ററിനകത്തേക്ക് കൊടുക്കുന്നു. കണ്ടോ, ഈ AC വോൾട്ടേജ് മക്കളെ ഒരു റെസിസ്റ്ററിനകത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ AC വോൾട്ടേജ് എങ്ങോട്ട് കയറുക? ഒരു റെസിസ്റ്ററിനകത്തേക്ക് കയറുവാണ്. റെസിസ്റ്ററിലേക്ക് കയറുക. അപ്പോൾ റെസിസ്റ്ററിലേക്ക് കയറുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ V = VM sin ωt. വോൾട്ടേജിന് ഒരു മാറ്റമില്ല. വോൾട്ടേജ് അപ്ലൈഡ് V = VM sin ωt ആണ്. കറണ്ട് I = Im sin ωt. വോൾട്ടേജ് VM sin ωt, മക്കളെ കറണ്ട് Im sin ωt. ഓക്കെ, ഇനി കറണ്ട് IM എന്ന് പറഞ്ഞാൽ VM/R. അതായത് V = IR എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറണ്ട് റെസിസ്റ്ററിക്കുള്ളല്ലേ പോകുന്നത്. സോ മാക്സിമം കറണ്ട് IM എന്ന് പറഞ്ഞാൽ VM/R ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ് R. ഇനി ഇവിടുത്തെ പ്രത്യേകത നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും നോക്കി. VM sin ωt, Im sin ωt. ഈ VM sin ωt Im sin ωt ഇവർക്കിടയിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ മക്കളെ ഇവർ രണ്ടുപേരും ഒരേ ഫേസിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഫേസ് ഡിഫറൻസ് എത്ര ആണ് എന്ന് ചോദിച്ചാൽ ഫേസ് ഡിഫറൻസ് 0 ആണ്. രണ്ടുപേരും മക്കളെ ഒരേ ഫേസിലാണ്, അതുകൊണ്ട് തന്നെ ഫേസ് ഡിഫറൻസ് 0 ആണ്. ഇനി ഇവരുടെ ആവറേജ് പവർ,
ഈ സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ എത്രയാണെന്ന് ചോദിച്ചാൽ ആവറേജ് പവർ കാണാം. ഇതിനൊക്കെ പ്രൂഫുണ്ട്, ഈ എഴുതുന്ന സാധനങ്ങൾക്കെല്ലാം പ്രൂഫുണ്ട് കേട്ടോ. നമ്മൾ പ്രൂഫ് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. ആവറേജ് പവർ കാണാനുള്ള ഇക്വേഷൻ VRMS IRMS. നമ്മൾ ലിമിറ്റഡ് ടൈം കൊണ്ട് ഫുൾ കണ്ടന്റ് പഠിച്ച് സെറ്റ് ആവുകയാണ്. സോ ഇത്രയും പഠിച്ചാൽ മതി. ആവറേജ് പവർ കാണാൻ VRMS IRMS. നമ്മളൊരു 8-10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യും. VRMS IRMS. ഇങ്ങോട്ട് നോക്കി. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവർ രണ്ടുപേരും ഒരേ ഫേസ് അല്ലേ, ഒരേ ഫേസാണ്, ഫേസ് ഡിഫറൻസ് 0 ആണ്. സോ ഫേസ് നമ്മൾ വരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെ വരും. ഇവർക്ക് ഫേസ് ഡിഫറൻസ് ഇല്ല. ഇനി രണ്ടുപേർ ഇവരുടെ ഡയഗ്രാമാറ്റിക്കലി ഇവരെ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ ഇങ്ങനെ പോകും. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് വോൾട്ടേജ്. ഇതാണ് മക്കളെ കറണ്ടിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് കിട്ടുന്നതിനകത്ത് ഒരു പാടുമില്ല. നിങ്ങൾ ഇവിടെ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ വോൾട്ടേജ് ω t അനുസരിച്ചാണ് മാറുന്നത്. അപ്പം ω t യുടെ വാല്യൂ 0 ആകുമ്പോൾ VM sin 0 0. ω t യുടെ വാല്യൂ മക്കളെ π/2 ആകുമ്പം VM sin π/2. sin π/2 എന്ന് പറഞ്ഞാൽ 1 ആണ് മാക്സിമം വാല്യൂ VM. ഇനി അതുപോലെ sin π ആയാൽ 0. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ω t യുടെ വാല്യൂ ω tക്ക് നിങ്ങൾ എന്ത് ഇട്ട് കൊടുത്താൽ 0 π/2 π 3π/2 2π ഇങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഗ്രാഫ് വരും. അപ്പോൾ VM sin ω t ഇത് കാണുമ്പോഴേ മനസ്സിലാകും ഒരു സൈൻ ഗ്രാഫാണ്. സൈൻ ഗ്രാഫ് കണ്ട് ഇങ്ങനെ പോകും. ഇതാണ് വോൾട്ടേജ്. കറണ്ടിൻ്റെ അതേപോലെ തന്നെ അല്ലേ IM sin ω t അല്ലേ. സോ അത് ഒരു സിനുസോയിഡൽ വേവ് ആണ്, സൈൻ വേവ് ആണ്, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. രണ്ടുപേരും മാക്സിമം വാല്യൂകൾ അറ്റൻഡ് ചെയ്യുന്നത്, അതേപോലെ 0 വാല്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്, അതേപോലെ നെഗറ്റീവ് മാക്സിമങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഒരേ ആംഗിളുകളിലായിരിക്കും, ഒരേ ω t വാല്യൂസിൽ ആയിരിക്കും. അപ്പം ഇവർക്ക് ഫേസ് ഡിഫറൻസ് 0 ആണ്. ആവറേജ് പവർ VRMS IRMS. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് IM എന്ന് പറഞ്ഞാൽ VM/R. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി മക്കൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് AC നമ്മളൊരു ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമ്മൾ നോക്കി AC നമ്മൾ റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്ത് ഇവിടെ ഇൻഡക്ടറിൻ്റെ ഇൻഡക്ടൻസ് ആണ് L. സോ AC ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല, VM sin ω t തന്നെ. കറണ്ട് എഴുതുമ്പം കറണ്ടിനകത്ത് നമുക്ക് ഇതിന് പ്രൂഫ് ചെയ്യുന്നില്ല. കറണ്ടിൻ്റെ ഇക്വേഷനാണ് IM sin ω t - π/2. IM sin ω t - π/2 ആണ്. സോ നോക്കിയടാ, sin ω t ഇവിടെ sin ω t - π/2. ഫേസിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഫേസ് ഡിഫറൻസ് മക്കളെ ഇവിടെ π/2 ആണ്. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് അല്ല π/2 ആണ്. ഇവിടെ ലീഡ് ഫേസ് ഡിഫറൻസ് ഇവിടെ π/2 ആണ്. ഓക്കെ, അത് ഓർത്തണം. ഇനി ഇവിടെ മുമ്പേ നമ്മൾ മാക്സിമം കറണ്ട് IM എന്ന് പറഞ്ഞാൽ എങ്ങനെ VM/R എന്നല്ലേ എഴുതിയേ. ഇവിടുത്തെ മാക്സിമം കറണ്ട് IM എന്ന് പറഞ്ഞാൽ VM/R പകരം VM/XL ആണ്. XL വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. മോനെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ ഇൻഡക്ടർ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ ആൻ ഇൻഡക്ടർ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL കാണുന്ന ഇക്വേഷൻ L ഒമേഗയാണ് ഇക്വേഷൻ. L എന്ന് പറഞ്ഞാൽ മക്കളെ ഇൻഡക്ടൻസ്, സെൽഫ് ഇൻഡക്ടൻസിലെ ഇൻഡക്ടൻസ് ആണ് L. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T അല്ലെങ്കിൽ 2π nu ആണ്. അപ്പോൾ മറക്കരുത്, വോൾട്ടേജ് VM sin ω t തന്നെ. കറണ്ട് IM sin ω t - π/2 ആണ്. IM എന്ന് പറഞ്ഞാൽ VM/XL, XL L ഒമേഗയാണ്, L ഇൻഡക്ടൻസ് ഒമേഗ. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ വോൾട്ടേജും കറണ്ട് തമ്മിൽ ഫേസ് ഡിഫറൻസ് മക്കളെ π/2 ആണ്. വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഇവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇവർ തമ്മിൽ ഒരേ ഫേസിലല്ല. മുമ്പേ ഫേസ് ഒരേപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ലീഡും ചെയ്യത്തില്ല, ലാഗും ചെയ്യത്തില്ല. ഇവിടെ പക്ഷേ വ്യത്യാസമുണ്ട്. ഇവിടെ വോൾട്ടേജ് ലീഡിങ് ആണ്, കറണ്ട് ലാഗിങ് ആണ്. sin ω t - π/2 ആണ്, ഇത് sin ω t ആണ്. സോ മറക്കരുത്, വോൾട്ടേജ് മക്കളെ ഒരു π/2 ലീഡ് ചെയ്ത് നിൽക്കും, കറണ്ട് π/2 ലാഗ് ചെയ്യും. വോൾട്ടേജ് π/2 ലീഡിങ് ആണ്, കറണ്ട് അതായത് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ π/2, അല്ലെങ്കിൽ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ π/2. രണ്ട് രീതി പറയാം. അപ്പോൾ വോൾട്ടേജ് ഒന്നെങ്കിൽ ലീഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്ത് നിൽക്കുക എന്ന് പറയാം, വോൾട്ടേജിൻ്റെ പുറകിലാണെന്ന് പറയാം. ഇവിടുത്തെ ആവറേജ് പവർ, നമ്മൾ മുമ്പേ ആവറേജ് പവർ VRMS IRMS ആയിരുന്നു. ഇവിടുത്തെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടറിലെ ആവറേജ് പവർ മക്കളെ 0 ആണ്. ഇനി ഇവിടുത്തെ ഗ്രാഫുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ω t വാല്യൂ 0 π/2 π 3π/2 2π ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. വോൾട്ടേജിനകത്ത് VM sin ω t ആണ്. സോ പഴയ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിനുസോയിഡൽ കർവ് തന്നെ വരും. ഇനി കറണ്ടിൻ്റെ ഗ്രാഫുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ω tക്ക് 0 ഇട്ടാൽ, ω tക്ക് മോനെ 0 ഇട്ടാൽ IM sin -π/2, sin -π/2 -1 ആണ്. അപ്പോൾ താഴെ തുടങ്ങണം. കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ω t ഇപ്പം കറണ്ട് നോക്കി IM sin ω t -π/2 അല്ലേടാ, -π/2 അല്ലേ. അപ്പം ω tക്ക് നിങ്ങൾ 0 എന്നിട്ട് കൊടുത്തേ, 0 ഇട്ടാൽ IM sin 0 -π/2, sin -π/2, sin -π/2 എത്ര, -1 ആണ്. സോ IM × -1 IM. കണ്ടോ, താഴെയും തുടങ്ങണം ഗ്രാഫ്. അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വേവ് വരച്ചു പോകണം. സോ ഇതാണ് അവരുടെ ഗ്രാഫിക്കൽ വേരിയേഷൻ. അപ്പം കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് AC അപ്ലൈഡ് ടു എ ഇൻഡക്ടർ.
ഇനി അടുത്താണ് എ സി അപ്ലൈഡ് ടു എ കപ്പാസിറ്റി. ഈ ഒരു കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനത്തിലെ എല്ലാ കാര്യങ്ങളും ആവും. ശ്രദ്ധിക്കുക, എ സിയെ നമ്മൾ കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും വോൾട്ടേജ് ഇക്വേഷൻ മാറ്റമൊന്നുമില്ല. V is equal to VM sin omega t ആണ് എ സി വോൾട്ടേജ് അപ്ലൈഡ്. ഇനി ഇവിടെ കറണ്ട് വരുമ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷനാണ് IM sin omega t പ്ലസ് പൈ ബൈ 2 ആണ്. IM sin omega t പ്ലസ് പൈ ബൈ 2 ആണ്. കറണ്ട് IM കാണാൻ മുമ്പ് VM/XL ആയിരുന്നെങ്കിൽ ഇവിടെ VM/XC ആണ്. VM/XC ആണ്. XCയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. XC ഇസ് കാൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. XC കാണാനുള്ള ഇക്വേഷൻ 1/G ഒമേഗയാണ്. സിയെ വിളിക്കുന്നത് കപ്പാസിറ്റൻസ് ഒമേഗ 2π ന്യൂ, പഴയ പോലെ തന്നെ. ഇനി ഇവിടെ നോക്കി, ഇവിടുത്തെയും ഫേസ് ഡിഫറൻസ് ഇവിടെയും സെയിം ഫേസിലല്ല മക്കളെ, ഇത് ഒരേ ഫേസിലല്ല. ഇവിടെയും ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോക്കി, ഇത് VM sin omega t, ഇത് ആരാ sin omega t പ്ലസ് പൈ ബൈ 2. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ് ഫേസ് ഡിഫറൻസ്. ഇവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് കറണ്ടാണ്. പുറയിൽ നിൽക്കുന്നത് വോൾട്ടേജ് ആണ്. അപ്പം ലീഡ് ചെയ്യുന്ന കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ 2. കറണ്ട് വോൾട്ടേജിനേക്കാൾ പൈ ബൈ 2 ലീഡ് ചെയ്ത് നിൽക്കുവാണ്. സോ നമ്മൾ ഫേസർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. സോ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ 2. കറണ്ടാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്, വോൾട്ടേജ് പുറയിലാണ്. ഇനി മക്കളെ ഇവരെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വോൾട്ടേജ് പഴയ പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. കറണ്ട് നോക്കി, കറണ്ട് എവിടുന്ന ഒമേഗ ടിക്ക് 0 എടുത്താൽ നോക്കി, IM സൈൻ 0 പ്ലസ് പൈ ബൈ 2 സൈൻ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 എത്ര? 1. അപ്പം എന്ത് വരും? I is equal to IM. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടോ, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ വേവ് പോലെ വരച്ച് പോകും. ഓരോ വാല്യൂസ് കൊടുത്താൽ മതി. സോ അപ്പം ശ്രദ്ധിക്കുക, ഇതാ മക്കളെ എ സി അപ്ലൈ ടു കപ്പാസിറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുകയാണ്, കപ്പാസിറ്ററിൽ വരുമ്പോൾ വോൾട്ടേജ് മോനെ V is equal to VM sin omega t. കറണ്ട് IM sin omega t പ്ലസ് പൈ ബൈ 2 ആണ്. IM എന്ന് പറഞ്ഞാൽ VM/XC ആണ്. XCയെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. XC കാണാനുള്ള ഇക്വേഷൻ 1/C ഒമേഗയാണ്. C ആണ് കപ്പാസിറ്റൻസ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T അല്ലെങ്കിൽ 2π ന്യൂ ആണ്. ഇവരുടെ ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണ്. കറണ്ടാണ് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. പൈ ബൈ 2 ആണ് ലീഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ആവറേജ് പവർ മക്കളെ 0 ആണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്ററിനെ വെച്ച് പഠിക്കാനുള്ളത്. ഇനി നോക്കി, ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും, കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും നമ്മൾ ഗ്രാഫ് വേരിയേഷൻ ഇത് ചില വർഷങ്ങളൊക്കെ കാണാറുണ്ട്. സോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. XL അതേപോലെ ഫ്രീക്വൻസി. XL എന്ന് പറഞ്ഞാൽ ആരാ മോനെ? L ഒമേഗയാണ്. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. L ഒമേഗ എന്ന് പറഞ്ഞാൽ L × 2π ന്യൂ ആണ്. എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. XL ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർക്കാ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഗ്രാഫ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാഫ് പോവും. ഓക്കെ, ഇനി ഇവിടെ ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണ്. XC എന്ന് പറഞ്ഞാൽ മോനെ 1/C ഒമേഗയാണ്. XC 1/C × ഒമേഗ നമുക്കറിയാം 2π ന്യൂ ആണ്. സോ XC പ്രൊപ്പോർഷണൽ ടു 1/ന്യൂ ആണ്. XC പ്രൊപ്പോർഷണൽ ടു 1/ന്യൂ, ഗ്രാഫ് ഇങ്ങനെ പോകും. ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. XC പ്രൊപ്പോർഷണൽ ടു 1/ന്യൂ ആണ്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസി നമ്മുടെ ഗ്രാഫ് ഈ ഒരു രീതിയിൽ പോകും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, കപ്പാസിറ്റേഴ്സ് എപ്പോഴും DC ബ്ലോക്ക് ചെയ്യും. DC ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കുന്നത് XC is equal to 1/C ഒമേഗയാണ്. മക്കളെ ഒമേഗയ്ക്ക് 1/2π C × 2π ന്യൂ എന്ന് എഴുതാം. 2π ന്യൂ എന്ന് എഴുതി കൂടെ. DC ആകുമ്പോൾ നമുക്കറിയാം DCയുടെ ഫ്രീക്വൻസി 0 ആണ്. DCയിൽ ഫ്രീക്വൻസി ഇല്ല. DCയുടെ ഫ്രീക്വൻസി മക്കളെ 0 ആണ്. XC അപ്പോൾ എടുക്കുമ്പോൾ 1/C × 2π 0 ആണ്. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫൈനൈറ്റ് വരും. അപ്പോൾ ഇൻഫൈനൈറ്റ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആവുന്നത് കൊണ്ടാണ് DC ആരെ ബ്ലോക്ക് ചെയ്യുന്നത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയി. അപ്പം കപ്പാസിറ്റീവ് അപ്പോൾ ഈ DC പാസ് ചെയ്യുമ്പോൾ ഇൻഫൈനൈറ്റ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് ആ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് കപ്പാസിറ്റേഴ്സ് ആരെ ബ്ലോക്ക് ചെയ്യുന്നത്? DCയെ ബ്ലോക്ക് ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സ് ബ്ലോക്ക് DC. സോ മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ സെക്ഷനുമായി ബന്ധപ്പെട്ട് 20ഓളം വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും ക്വസ്റ്റ്യൻ. പീക്ക് വോൾട്ടേജ് ഓഫ് AC സോഴ്സ് ഈസ് ഈക്വൽ ടു, ഒരു AC സോഴ്സിൻ്റെ പീക്ക് വോൾട്ടേജ് ആർക്ക് ഈക്വൽ ആണ്? RMS വാല്യൂ ഓഫ് AC സോഴ്സ് √2 ടൈംസ് RMS വാല്യൂ ഓഫ് AC സോഴ്സ് 1/√2 ടൈംസ് RMS വാല്യൂ ഓഫ് AC സോഴ്സ് വാല്യൂ ഓഫ് വോൾട്ടേജ് സപ്ലൈ ടു AC സോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പെട്ടെന്നാണ് C അങ്ങ് മാർക്ക് ചെയ്യാം, 1/√2 ടൈംസ് RMS വാല്യൂ ഓഫ് AC സോഴ്സ് എന്ന് തോന്നും. പലരും അങ്ങനെ മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ചോദിച്ചേക്കുന്നത് വെച്ചാൽ പീക്ക് വോൾട്ടേജ് ഓഫ് AC സോഴ്സാണ് ചോദിക്കുന്നത്. നമുക്ക് RMS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം പീക്ക് വാല്യൂ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ആണ് RMS വാല്യൂ. അപ്പോൾ പീക്ക് വാല്യൂ VM എന്ന് പറഞ്ഞാൽ എന്താ? √2 × VRMS. √2 × VRMS ആണ്. അപ്പം മാക്സിമം വോൾട്ടേജ് അഥവാ പീക്ക് വോൾട്ടേജ് എന്ന് വെച്ചാൽ √2 ടൈംസ് VRMS ആണ്. √2 ടൈംസ് VRMS വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
2022 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമ്മളിനി പറയാൻ പോകുന്നത്. 2024 PYQ ആണ്, ശ്രദ്ധിക്കുക. ഞാനത് പറയുന്നത് ഒരു 10 മൈക്രോ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഭയങ്കര കോമൺ ആണ് കേട്ടോ, ഭയങ്കര കോമൺ ആണ്. 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ടു 210 വോൾട്ട് 50 ഹെർട്സ് AC സോഴ്സ്. മക്കളൊന്ന് ശ്രദ്ധിക്കണം, ഒരു 10 മൈക്രോ ഫാരഡുള്ള കപ്പാസിറ്റർ 210 വോൾട്ട് 50 ഹെർട്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. പീക്ക് കറണ്ടിൻ്റെ സർക്യൂട്ടിലെ പീക്ക് കറണ്ട് ഏറ്റവും മാക്സിമം കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കി 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ, അപ്പോൾ കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡാണ്. അപ്പോഴേ മാറ്റിക്കോണം 10 × 10⁻⁻6 ഫാരഡ്. ഓക്കെ, കണക്റ്റഡ് ടു 210 വോൾട്ട്. മക്കളെ ഈ 210 വോൾട്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഇത് VM എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കരുത്. പലരും കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ്, VM ആണ് 210 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കും. അല്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ പീക്ക് വോൾട്ടേജ് ആണെങ്കിൽ അവർ പ്രത്യേകം പീക്ക് വോൾട്ടേജിനെ എപ്പോഴും പീക്ക് വോൾട്ടേജ് എന്ന് തന്നെ മെൻഷൻ ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കണക്റ്റഡ് ടു 210 വോൾട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ടു 200 വോൾട്ട് 250 വോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഓർത്തണം അവർ തന്നിരിക്കുന്നത് RMS വോൾട്ടിനെയാണ്. പീക്ക് വോൾട്ടേജ് അഥവാ മാക്സിമം വോൾട്ടേജിനെ എപ്പോഴും സർക്യൂട്ടിൽ മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ പറയും. ഒന്നും പറയുന്നില്ല എങ്കിൽ അതിന് അന്നേരം നിങ്ങൾ ഓർത്തണം അത് RMS വോൾട്ടേജാണ്. ഒന്നും പറയാത്ത വോൾട്ടേജ് ഇവിടെ RMS വോൾട്ടേജ്, മറക്കരുത്. RMS വോൾട്ടേജാണ് 210. ക്ലിയർ ആണ്? ഓക്കെ, 50 ഹെർട്സ് AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. പീക്ക് കറണ്ടാണ് വേണ്ടത്. ഒരു AC സോഴ്സ്, അതായത് AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തെടുത്ത പീക്ക് കറണ്ടാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് മാക്സിമം കറണ്ടാണ്. മക്കളെ മാക്സിമം കറണ്ട് AC അപ്ലൈ ടു എ കപ്പാസിറ്റർ അല്ലേ? എടാ, AC അപ്ലൈ ടു എ കപ്പാസിറ്ററിലെ മാക്സിമം കറണ്ട് കാണണമെങ്കിൽ മാക്സിമം വോൾട്ടേജിനെ ആരുമായിട്ട് ഡിവൈഡ് ചെയ്യണം? കപ്പാസിറ്ററിലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ XC എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/G⍵ആണ്. സോ മേലെ വന്നാൽ VMA × G⍵ആണ് കറണ്ട്. സോ VMA/1/G⍵, മേലെ വന്നാൽ VMA × G⍵. അപ്പോൾ എല്ലാവരും നോക്കി VM മാക്സിമം വോൾട്ടേജ് VM എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി VM എങ്ങനെ കിട്ടും? VM കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്കറിയാമല്ലോ VRMS ആരാ മോനെ? VRMS എന്ന് പറഞ്ഞാൽ VM/√2 ആണ്. അപ്പോൾ VM ആരാ? √2 ടൈംസ് VRMS. √2 ടൈംസ് VRMS എന്ന് വെച്ചാൽ 200, അല്ലെങ്കിൽ VRMS × √2. VRMS ആരാടാ? VRMS 210 √2 വോൾട്ടാണ് VM. അപ്പം VM കിട്ടിയേ. ഇനി VM കിട്ടിയാൽ വളരെ എളുപ്പമായി, നമ്മുടെ പരിപാടി കഴിഞ്ഞു. VM കിട്ടിയാണ്ട് ഭയങ്കര ഈസിയാണ്. VM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് വേണ്ടേ? നമുക്ക് വേണ്ടത് കറണ്ട് IM അല്ലേ? IM എന്ന് പറഞ്ഞാൽ VMA × G⍵. എപ്പോഴും ഓർക്കുക, ഇത് 1/G⍵ആണ്. മേലെ വരുമ്പോൾ G⍵. അങ്ങനെ ഇട്ട് കണ്ടുപിടിക്കുക. അല്ലാതെ XC പിന്നെ കണ്ടുപിടിക്കാൻ നോക്കല്ലോ, അല്ല ഒറ്റ സ്റ്റെപ്പിച്ച് തന്നെ ചെയ്യുക. VMA × G⍵. VM 210 √2. C 10 മൈക്രോ ഫാരഡാണ്. 10 മൈക്രോ ഫാരഡ് ആകുമ്പോൾ മക്കളെ 10 × 10⁻⁻6 ആണ്. ഒമേഗ, എടാ ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എപ്പോഴും 2πν ആണ്. അപ്പോൾ നോക്കി ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞില്ലേ, ഫ്രീക്വൻസി 50 ഹെർട്സ്. സോ 2π × 50 ഞാനോണം കണ്ടുപിടിക്കുക 100π റേഡിയൻ/സെക്കൻഡ്. കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട, ഇത് തന്നെ ഏതിടാവുന്നേ ഉള്ളൂ. അപ്പം 100π ആണ്. സോ സോൾവ് ചെയ്യുമ്പോൾ IM = യു വിൽ ഗെറ്റ് ആസ്, നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്ഷൻ ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 0.93 ആംപിയർ എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ മക്കളെ 0.93 ആംപിയർ എന്ന് ആൻസർ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, 10 മൈക്രോ ഫാരഡുള്ള കപ്പാസിറ്റർ 210 വോൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ താഴെ കണ്ട് ഈ 210 വോൾട്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ്, ഒരിക്കലും പീക്ക് വാല്യൂ അല്ല. 50 ഹെർട്സ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട് പീക്ക് കറണ്ട് കാണണം. പീക്ക് കറണ്ട് കാണണമെങ്കിൽ പീക്ക് വോൾട്ടേജ്/XC ആണ്. XC 1/G⍵ ആണ്. മേലെ ചെല്ലുമ്പോൾ VMA × G⍵ ആണ്. VRMS VM/√2. VRMS × √2 ആണ് VM. 210 √2, അതായത് 210 √2 വോൾട്ട് എന്ന് പറയും. ഒമേഗ 2πν ആണ്. 2π × 50 100π. IM കാണാൻ VMA × G⍵. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് 40 മൈക്രോ ഫാരഡുള്ള കപ്പാസിറ്റി. അടുത്ത ശ്രദ്ധിക്കുക, 2020 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ പാറ്റേൺ കണ്ടോ, പല വട്ടങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു പാറ്റേൺ ആണ്. 40 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ടു 200 വോൾട്ട്. അപ്പോൾ ആരാ? VRMS ആണ് 200 വോൾട്ട്.
40 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് 40 മൈക്രോ ഫാരഡ്. അപ്പം 40 × 10⁻⁻6 ഫാരഡ്. കണക്റ്റഡ് 50 ഹെർട്സ് സപ്ലൈ, ഫ്രീക്വൻസിയാണ് 50 ഹെർട്സ്. ഓക്കെ, എങ്കിൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് RMS വാല്യൂ ഓഫ് കറണ്ട് മതി, IRMS മതി. അപ്പോൾ IRMS കാണാൻ എന്ത് ചെയ്താൽ മതി? VRMS/XC. ഇവിടെ മനസ്സിലായോ? മാക്സിമം കറണ്ട് ആണെങ്കിൽ മാക്സിമം വോൾട്ടേജ് ബൈ കപ്പാസിറ്റി റിയാക്ടൻസ്. ഇത് കപ്പാസിറ്റർ സർക്യൂട്ട് അല്ലേ, കപ്പാസിറ്ററുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി റിയാക്ടൻസാണ്. അപ്പം VRMS/XC ചെയ്താൽ ആരെ കിട്ടും? IRMS കിട്ടും. മുമ്പേ IM ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. വ്യത്യാസം കണ്ടോ? ക്വസ്റ്റ്യനുകളുടെ വ്യത്യാസം കണ്ടോ? മുമ്പേ IM ആയിരുന്നു, അതുകൊണ്ട് VM/XC. ഇവിടെ ചോദിച്ചേക്കുന്നത് IRMS കണ്ടോ? ഒരേ ക്വസ്റ്റ്യനാണ്. അടുത്ത ഇവിടെ പക്ഷേ ചോദിച്ചേക്കുന്നത് IRMS. അപ്പോൾ VRMS/XC കുറച്ച് എളുപ്പമാണ്. VRMS/XC എന്ന് പറഞ്ഞാൽ മതി 1/C⍵ ആണ്. മേലെ ചെല്ലുമ്പോൾ IRMS എന്ന് പറഞ്ഞാൽ VRMS × C⍵ ആണ്. ഇതൊക്കെ ഒറ്റയടിക്ക് ഡയറക്റ്റ് ചെയ്തു പോകണം. സോ അപ്പോൾ നോക്കി, VRMS എത്രയാടാ? 200. C എത്ര? 40 × 10⁻⁻6. ഒമേഗ എത്ര? 2πν അല്ലേ? 2π × ഫ്രീക്വൻസി. ഒമേഗ മക്കളെ VRMS × C × ഒമേഗയ്ക്ക് വരാൻ 2πν. ന്യൂ എത്ര നോക്കി? ന്യൂ എത്ര? 50 ഹെർട്സ് × 50. സോ സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് IRMS ആസ് 2 8 3 0 പോയി 100 കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.5 ആംപിയർ എന്ന് വരും. സോൾവ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2.5 ആംപിയർ ആണ് ആൻസർ. സോ VRMS 200 വോൾട്ട്, C 40 മൈക്രോ ഫാരഡ്, 40 × 10⁻⁻, ഫ്രീക്വൻസി 50 ഹെർട്സ്. IRMS VRMS/Z ആണ്. VRMS/1/C⍵. VRMS × C⍵. ഒമേഗ 2πν ആണ്. സോ IRMS 200 × 10⁻40 × 10⁻⁻6 × 2πν ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ 2.5 ആംപിയർ വരും. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ 2016 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ. 2016 ശ്രദ്ധിക്കണം, നമ്മൾ സെക്ഷൻ വൈസ് ചെയ്യുവാണ്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ. എ സ്മാൾ സിഗ്നൽ വോൾട്ടേജ് V = V0 sin⍵t ആണ് അപ്ലൈഡ് അക്രോസ് എ കപ്പാസിറ്റർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കപ്പാസിറ്റർ സെക്ഷനിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഇൻഡക്ടർ റെസിസ്റ്റർ കപ്പാസിറ്ററിനകത്ത് ഇൻഡക്ടർ റെസിസ്റ്റർ കപ്പാസിറ്ററിൽ നിന്ന് സിംഗിൾ ക്വസ്റ്റ്യൻസ് കൂടുതലും കപ്പാസിറ്റർ സെക്ഷനിൽ നിന്നാണ് കാണുന്നത്. ഓക്കെ, ഒരു സ്മാൾ വോൾട്ടേജ് സിഗ്നൽ നമ്മൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്നു. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണോടെ? പൊട്ടത്തരല്ലേ? കപ്പാസിറ്റർ സെക്ഷനകത്ത് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കറണ്ടാണ് ലീഡ്, 90 ഡിഗ്രി കറണ്ടാണ് ലീഡിങ്. കാരണം കറണ്ട് I0 sin⍵t + π/2 ആണ്, വോൾട്ടേജ് V0 sin⍵t ഉള്ളൂ. സോ കറണ്ട് ലീഡിങ് ആണ്, വോൾട്ടേജ് ആണ് ലാഗിങ്. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഒരേ ഫേസ് ആണോ? അല്ല. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 180 ആണോ ലീഡ് ചെയ്യുന്നത്? അല്ല, 90 ഡിഗ്രി ഉള്ളൂ. മൂന്നും തെറ്റാണ്. അടുത്ത് നോക്കി. ഓവറാൾ സൈക്കിൾ കപ്പാസിറ്റർ ഡസ് നോട്ട് കൺസ്യൂം എനി എനർജി ഫ്രം ദ വോൾട്ടേജ് സോഴ്സ്. കറക്റ്റാണ്. കാരണം ആവറേജ് പവർ കപ്പാസിറ്റർ സർക്യൂട്ടിലെ ആവറേജ് പവർ എത്രയാണ്? 0 ആണ്. സോ ആവറേജ് പവർ 0 മീൻസ് ദിസ് എ കറക്റ്റ് ആൻസർ. കാരണം ആവറേജ് പവർ, കാരണം ഒരു കപ്പാസിറ്റർ നമ്മൾ ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ അവിടുത്തെ P ആവറേജ് മക്കളെ 0 ആണ് അല്ലേ? ഫേസ് ഡിഫറൻസ് π/2 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആണ്. ആവറേജ് പവർ 0 ആണ്. സോ ഓവറാൾ സൈക്കിളിൽ കപ്പാസിറ്റർ ഡസ് നോട്ട് കൺസ്യൂം എനർജി. വോൾട്ടേജ് സോഴ്സിന് എനർജി കൺസ്യൂം ചെയ്യത്തില്ല, കാരണം പവർ 0 ആണ്. ആവറേജ് പവർ 0 ആണ്. സോ ഇത് കറക്റ്റ് ആൻസർ ആണ് മക്കളെ. ഇനി അടുത്തത് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ. 2011 സെയിം ക്വസ്റ്റ്യൻ, അത് വേറൊരു ഫോർമാറ്റ് ചോദിച്ചേക്കുവാണ്. നോക്കിയേ, AC വോൾട്ടേജ് ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് E = 200√2 sin 100t വോൾട്ട് ഈസ് കണക്റ്റഡ് ടു എ കപ്പാസിറ്റർ 1 മൈക്രോ ഫാരഡ്. RMS വാല്യൂ ഓഫ് കറണ്ട് വേണം. അപ്പോൾ IRMS വേണമെങ്കിൽ അന്നേരം ഓർത്തണം VRMS കപ്പാസിറ്റർ സർക്യൂട്ടിലല്ലേ? കപ്പാസിറ്റർ ആകുമ്പോൾ XC. ഓക്കെ, XC എന്ന് പറഞ്ഞാൽ VRMS × 1/C⍵. 1/C⍵. മേലെ വരുമ്പോൾ VRMS × C⍵. സോ അപ്പം VRMS വേണം, Gയും വേണം, ഒമേഗ വേണം. അപ്പം ഇവിടെ E = 200√2 sin 100t. സോ ദിസ് ഈസ് സിമിലർ ടു V = VM sin ω t അല്ലേടേ? നമുക്ക് നമ്മൾ ഇക്ക് വരാൻ V എടുത്തതേ ഉള്ളൂ. V = VM sin ω t. അപ്പോൾ പീക്ക് വോൾട്ടേജ് ഇവിടെ VM ആരാ? പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 200√2. VM 200√2 ആണെങ്കിൽ VRMS ഇവിടെ VRMS എന്ന് പറഞ്ഞാൽ VM/√2. VM/√2 ആണെങ്കിൽ VRMS എന്നാ വരും? 200√2/√2.
സോ വി ആർ എം എസ് 200 വോൾട്ട്. വി ആർ എം എസ് മക്കളെ 200 വോൾട്ട്. വി ആർ എം എസ് 200 വോൾട്ട്. കാരണം വി എം കിട്ടി 200/√2. അപ്പോൾ വി ആർ എം എസ് വി എം √2 ആണ്. 200√2/√2 200 വോൾട്ട്. വി ആർ എം എസ് കിട്ടി. വി ആർ എം എസ് കിട്ടിയ ഇനി ആരാ? ഒമേഗ എത്ര നോക്കി? ഒമേഗ ഇവിടെ ഡയറക്റ്റ് ഒമേഗ നോക്കുക. ഫ്രീക്വൻസി പറ്റില്ല, ഡയറക്റ്റ് ഒമേഗയാണ്. ഒമേഗ നോക്കി 100 നോക്കടാ. ഇവിടെ ഒമേഗ ടി, ഇവിടെ 100T കണ്ടോ? ഒമേഗ 100 ആണ്. ഇനി കപ്പാസിറ്റൻസ് സി അറിയാലോ. സി എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? സി 1 മൈക്രോഫാരഡ്. 1 × 10⁻⁻⁶ ആണ്. എല്ലാവരും ഉണ്ട് നമുക്ക്. സോ ഐ ആർ എം എസ് ആണ് ഇവിടെ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം, ഒരു പാടുമില്ല. വി ആർ എം എസ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വി ആർ എം എസ് എത്ര? 200. സി എത്ര? 1 × 10⁻⁻⁶. ഇത് എത്ര ആണ്? ഒമേഗ എത്ര? 100. സോ സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ആസ് 2 0 4 4 ഇത് പോയി ഒക്കെ വരുമ്പം 2 × 10⁻²2 ആംപിയർ. 2 × 10⁻² ആംപിയർ. ക്വസ്റ്റ്യൻ ഇല്ല, പകരം വേറെ സാധനമുണ്ട്. 20 മില്ലി ആംപിയർ അതല്ലേ? ഒരു 20 ആക്കിയിട്ട് ഒരു 10⁻⁻1 കൂടെ ആക്കിയാൽ 20 × 10⁻³ എഴുതാം. ദാറ്റ് ഈസ് 20 മില്ലി ആംപിയർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. കണ്ടോ? അപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പാറ്റേൺ സെയിം ആണ്, ഒരേ പാറ്റേൺ ആണ്. പക്ഷെ പല രീതികളിലാണ് ചോദിച്ചു പോകുന്നത്, പല രീതികളിലാണ്, പല വർഷങ്ങൾ. ഇപ്പം നമ്മൾ 2011 തൊട്ട് നമ്മൾ പറയുകയാണ്. ഒരു 2011 തൊട്ട് ഇപ്പോൾ 2024 വരെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മളൊരു 10-15 വർഷം കാലയളവിലെ ക്വസ്റ്റ്യൻസ് ഈ സെക്റ്റിൽ നിന്ന് വന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ ഒരുപോലെയാണ്, ഒരേ പാറ്റേണാണ് ക്വസ്റ്റ്യൻ. അത് കൃത്യമായിട്ട് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കണം. സോ ക്ലിയർ ആയെന്ന് കരുതുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ മറ്റാരുമല്ല LCR സർക്യൂട്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. LCR സർക്യൂട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാത്ത വർഷങ്ങളില്ല, ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെയും കാണുന്ന ചോദ്യം. കാരണം നമ്മൾ ഈ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് LCR പഠിക്കാനായിട്ട് പറ്റൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മോനെ LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും 3 പേരുടെയും കൂടെ സീരീസ് കോമ്പിനേഷനാണ് LCR എന്ന് പറയുന്നത്. LCR ഇസ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. ഇവരെ ഒരു AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. സോ LCRൻ്റെ ഫേസർ ഡയഗ്രമാണ് ഇത്. നമുക്കറിയാം റെസിസ്റ്ററിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് ആണ്. അപ്പോൾ റെസിസ്റ്റർ വോൾട്ടേജ് കറണ്ട് ഒരേ ഫേസ് ആണ്. ഇനി ഇൻഡക്ടറിൻ്റെ കേസ് വരുമ്പോൾ തന്നെ വോൾട്ടേജ് കറണ്ടിനേക്കാൾ π/2 ലീഡ് ചെയ്യും. ഇപ്പോൾ ഇൻഡക്ടർ വോൾട്ടേജ് ഇങ്ങോട്ട് കറണ്ടിനേക്കാൾ ഒരു π/2 ലീഡ് ചെയ്യും. ഈ കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ലാഗ് ചെയ്യും. കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ലീഡ് ചെയ്യും. ഇപ്പോൾ ഇൻഡക്ടറിനകത്ത് വോൾട്ടേജാണ് ലീഡിങ്, അതുകൊണ്ടാണ് കറണ്ട് കഴിഞ്ഞാണ് π/2 ഇങ്ങോട്ടാണ്, ഇവിടെയാണ് വോൾട്ടേജ്, ഇൻഡക്ടർ വോൾട്ടേജ്. ഇനി കപ്പാസിറ്ററിൻ്റെ കേസിൽ എങ്ങനെ? കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റർ വോൾട്ടേജ് കറണ്ടിനേക്കാൾ എന്ത് ചെയ്യുക? ലാഗ് ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് താഴെയാണ് കപ്പാസിറ്റർ വോൾട്ടേജ്. അല്ലേടേ ഇപ്പോൾ റെസിസ്റ്ററിനകത്താണെങ്കിൽ വോൾട്ടേജ് V = Vm sin⁻t, കറണ്ട് Im sin⁻t, രണ്ടുപേർക്കും ഫേസ് ഡിഫറൻസ് ഇല്ല. ഇനി ഇൻഡക്ടർ വരുമ്പോഴോ കറണ്ട് വോൾട്ടേജ് Vm sin⁻t ആണ്, കറണ്ട് Im sin⁻t - π/2 ആണ്. അപ്പോൾ കറണ്ടിനേക്കാൾ വോൾട്ടേജ് π/2 ലീഡിങ് ആണ്. ഇനി കപ്പാസിറ്റർ വരുമ്പോഴോ വോൾട്ടേജ് Vm sin⁻t, കറണ്ട് Im sin⁻t + π/2 ആണ്. കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് ലാഗിങ് ആണ്. അപ്പം വോൾട്ടേജ് കപ്പാസിറ്റർ വോൾട്ടേജ് താഴെ വരും. സോ മോനെ കണ്ട് ഇവരെ രണ്ടുപേരും ഇപ്പോൾ ദിസ് ഇസ് VL, ദിസ് ഇസ് VC. അപ്പോൾ ഞാനിതിനെ ഒരു ലൈനിലാക്കി VL - VC എന്ന് എഴുതുന്നു. ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, ഒരേ ലൈനിൽ തന്നെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ്. സോ ഞാൻ VL - VC എന്ന് എഴുതുന്നു. ഇതാണ് നമ്മുടെ VR, ഇതാണ് നമ്മുടെ VR. സോ VL - VC VR ഇതായിരിക്കും ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ്. മോനെ ഇത് VL - VC, ഇത് VL - VC. അതേപോലെ ഇങ്ങോട്ട് നോക്കി, ഒന്ന് VL - VC, ഇത് VR. സോ ശ്രദ്ധിക്കുക, ഇതാരായിരിക്കും നമ്മുടെ, ഇതാരായിരിക്കും? ദിസ് ഈസ് അവർ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ്. ഇവരുടെ റിസൾട്ടൻ്റ് ഇതാണ്, റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പം രണ്ടുപേരും ഇപ്പം നമുക്ക് വെക്ടറിൻ്റെ ഒക്കെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിസ് ഇസ് വെക്ടർ B, ദിസ് വെക്ടർ A, രണ്ടുപേരും ഓർത്തോണൽ വെക്ടർ. സോ ദിസ് ഈസ് അവർ റിസൾട്ടൻ്റ്. അതേ പരിപാടിയേ ഉള്ളൂ. സോ മക്കളെ ഇത് VR, ഇത് VL - VC, ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ നോക്കി റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കി പീക്ക് വോൾട്ടേജ്, ഈ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നോക്കി ഈ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? VR² + VL - VC ² ഇത് A, ഇത് B. റിസൾട്ടൻ്റ് 6 മക്കളെ, റിസൾട്ടൻ്റ് 6 കാണാൻ √A² + B² എടുത്താൽ പോരെ? അതേ പരിപാടിയേ ഉള്ളൂ. VR² + VL - VC ² VRന് പകരം നമുക്ക് VRനെ എങ്ങനെ എഴുതാം? VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിലെ വോൾട്ടേജ് അല്ലേ? സോ നമുക്ക് റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് വേണ്ട. സോ റെസിസ്റ്റർ വോൾട്ടേജ് അവിടുത്തെ പീക്ക് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് Im × R. അതുപോലെ VL എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ട് ഇൻറ്റു ഇൻഡക്ടറിലെ റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നല്ലേ പറയുന്നത്.
റെസിസ്റ്ററിലാകുമ്പം IM × R റെസിസ്റ്റൻസ് R. പക്ഷേ ഇൻഡക്ടർ വരുമ്പോൾ ഇൻഡക്ടറിലെ റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പോൾ IM XL. ഇനി കപ്പാസിറ്റി വരുമ്പോൾ തന്നെ IMA × XC ആണ്. IMA × മക്കളെ XC ആണ്. കോമൺ ആയിട്ട് മോനെ ഇവിടുന്ന് എല്ലാവരും എടുക്കാം. IM-നെ എടുക്കാം. IM-നെ എടുത്താൽ √R² + XL - XC ² ഈ IM-നെ മോനെ ഇവിടെ കൊണ്ടുവരാം. താഴെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ IMA = IMA × √R² + XL - XC ² ഈ √R² + XL - XC ² ഇത്രയും ടേമിനെ കണ്ടോ? ഈ ടേമിനെ നമ്മൾ മാറ്റി Z എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ √R² + XL - XC ² ഞാൻ Z എന്ന് എഴുതുന്നു. Z-നെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. √R² + XL - XC ² ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ LCR സർക്യൂട്ടാണ്. ഒരു LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. LCR സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ √R² + XL - XC ² മക്കളെ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. റിസൾട്ടൻ്റെ പീക്ക് വോൾട്ടേജ് കാണാൻ √VR² + VL - VC ² ആണ്. മോനാണ്ട് ഇവരുടെ റിസൾട്ടൻ്റെ √VR² + VL - VC ² ആണ്. VRന് പകരം IM × R, VL-ന് പകരം IM XL, ഇത് IM XC. IMA കോമൺ ആയിട്ട് എടുത്തു. IMA × √R² + XL - XC ² ആണ്. R² + XL - XC ² നിങ്ങൾക്ക് Z എന്ന് വിളിക്കാം. Z എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആരാണ്? LCR സർക്യൂട്ടാണ്. LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ മക്കളെ, ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. സോ ഇത് റെസിസ്റ്റൻസ് R, ഇതിവിടെ XL - XC, ദിസ് ഈസ് ഇംപിഡൻസ് Z. സോ ഈ കറണ്ട്, അതായത് ഇങ്ങോട്ട് നോക്കി, ഈ ആംഗിളിനെ നമുക്ക് നമ്മുടെ ഫേസ് ഡിഫറൻസ് ∅ ആയിട്ട് കൊടുക്കാം. ദിസ് ഈസ് ഫേസ് ഡിഫറൻസ് ∅. ഇത് ഇംപിഡൻസ് Z, ഇത് R, ഇത് XL - XC. ഇനി ഇവിടെ നോക്കി, ഇവിടുത്തെ tan ∅ എന്ന് പറയാൻ പോലെ, ഇവിടുത്തെ tan ∅ ഇതാണ് നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിൾ. നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ട് ഇത് പറയുന്ന. സോ ഇത് നമുക്ക് VL VC ഒക്കെ വെച്ച് വരച്ച് പണി പറയാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഞാൻ വരച്ചേക്കുവാണ്. നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിൾ ഇതാ മക്കളെ. ഇവിടെ നോക്കി, ഇവിടുത്തെ tan ∅ എന്ന് പറയുന്നത് tan ∅ എന്ന് പറഞ്ഞാൽ മോനെ ദാണ്ട ഓപ്പോസിറ്റ് XL - XC, അഡ്ജസൻറ്റ് R. സോ tan ∅ എന്ന് പറഞ്ഞാൽ XL - XC/R ആണ്. tan ∅ XL - XC/R ആണ് tan ∅. ഈ XL - XC/R ആണ് tan ∅. ഇവിടെ നിങ്ങൾക്ക് ∅ കണ്ടുപിടിക്കാം. ∅ ഇസ് എ ഫേസ് ഡിഫറൻസ്. ∅ കാണാൻ tan ഇൻവേഴ്സ്. ∅ കാണാൻ എന്ത് ചെയ്താൽ മതി? ∅ കാണാൻ tan ഇൻവേഴ്സ് XL - XC/R ചെയ്താൽ നിങ്ങൾക്ക് ഫേസ് ഡിഫറൻസ് ∅ കിട്ടും. ∅ ഇസ് ദ ഫേസ് ഡിഫറൻസ്. മക്കളെ ഫേസ് ഡിഫറൻസ് ∅ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? tan ഇൻവേഴ്സ് XL - XC/R ആണ് ഫേസ് ഡിഫറൻസ് ∅. ഇനി ഇങ്ങോട്ട് നോക്കി, ഈ XL-ൻ്റെ വാല്യൂ മക്കളെ ശ്രദ്ധിക്കുക. എടാ XL-ൻ്റെ വാല്യൂ XC-നേക്കാൾ കൂടുതലായാൽ, ഈ XL മക്കളെ XC-യേക്കാൾ കൂടുതലായാൽ LCR ഒരു ഇൻഡക്ടർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. XL > XC ആണെങ്കിൽ LCR ആക്ട് ആസ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. മറക്കരുതേ. ഇനി XC ആണ് XL-നേക്കാൾ കൂടുതലെങ്കിൽ LCR ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിനെ പോലെ ബിഹേവ് ചെയ്യും. ഇനി XL-ഉം XC-യും ഇവർ രണ്ടുപേരും ഈക്വൽ ആയാൽ LCR ഒരു റെസിസ്റ്റർ സർക്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യും. ശ്രദ്ധിക്കുക, XL XC-യേക്കാൾ കൂടുതലായാൽ LCR ആക്ട് ആസ് ഇൻഡക്റ്റീവ്, XC XL-നേക്കാൾ കൂടുതലായാൽ LCR ആക്ട് ആസ് കപ്പാസിറ്റീവ്, രണ്ടുപേരും തുല്യമായാൽ LCR ആക്ട് ആസ് എ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് റെസൊണൻസ്. മക്കളെ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തുല്യമായി വരുന്ന കണ്ടീഷനെയാണ് റെസൊണൻസ്. റെസൊണൻസ് ഈസ് ദ കണ്ടീഷൻ അറ്റ് വിച്ച് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. മോനെ റെസൊണൻസിൽ നടക്കുമ്പോൾ XL = XC ആണ്. സോ റെസൊണൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇംപിഡൻസ് Z √R² + XL - XC ² അല്ലേ മക്കളെ. ഈ XL-ഉം XC-യും രണ്ടുപേരും തുല്യമല്ലേടാ? XL-ഉം XC-യും തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരും അങ്ങ് കട്ടായി പോവും. √R² മാത്രമാവും, Z = R ആവും. സോ റെസൊണൻസ് നടക്കുമ്പോൾ ഇംപിഡൻസ് Z = √R² + XL - XC ² അല്ലേ. XL-ഉം മോനെ XC-യും രണ്ടുപേരും XL - XC, XL = XC ആണ്. സോ XL - XC എത്രയേ വരത്തുള്ളൂ? 0 ആയേ വരത്തുള്ളൂ. XL - XC മക്കളെ ഇവിടെ 0 ആയേ വരത്തുള്ളൂ. സോ Z = ആര് വരും? R എന്ന് വരും. Z = R വരും. റെസൊണൻസിൻ്റെ സമയത്ത് ഇംപിഡൻസ് ഇപ്പോൾ Z = R എന്നല്ലേ കിട്ടിയേ. ഇപ്പോൾ മുമ്പേ R² ഉണ്ടായിരുന്നു, XL - XC ഈ ഒരു ടേമും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടേം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇംപിഡൻസ് മിനിമം ആയിരിക്കും. മറക്കരുത്, റെസൊണൻസിൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും. ഇംപിഡൻസ് മിനിമം ആകുമ്പോൾ കറണ്ട് മാക്സിമം. റെസൊണൻസിൽ ഇംപിഡൻസ് മിനിമം ആണ്, കറണ്ട് മാക്സിമം. ഇംപിഡൻസിൽ റെസൊണൻസ് നടക്കുമ്പോൾ ഇംപിഡൻസ് മക്കളെ മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും. മറക്കരുത്.
ഇനി അടുത്തായിട്ട് മക്കളെ പറയാൻ പോകുന്നതാണ് റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി. റെസൊണൻ്റ് ഫ്രീക്വൻസിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും രണ്ടുപേരും തുല്യമായി വരുന്ന സാഹചര്യത്തെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. XC എന്ന് പറഞ്ഞാൽ മക്കളെ 1/C ഒമേഗയാണ്. L ഒമേഗ ഇൻറ്റു C ഒമേഗ എടാ മക്കളെ 1 ആണ്. L ഒമേഗ ഇൻറ്റു C ഒമേഗ മക്കളെ 1 ആണ്. L ഒമേഗ ഇൻറ്റു C ഒമേഗ വരുമ്പം LC ഒമേഗ സ്ക്വയർ, അതായത് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം 1/LC ആണ്. ഒമേഗ സ്ക്വയർ മക്കളെ 1/LC ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 1/√LC ആണ്. ഒമേഗ 1/√LC. അപ്പം XL = XC പറഞ്ഞാൽ L ഒമേഗ സമം 1/C ഒമേഗ പറഞ്ഞാൽ L ഒമേഗ ഇൻറ്റു C ഒമേഗ 1 ആണ്. LC ഒമേഗ സ്ക്വയർ മക്കളെ 1 ആണ്. ഒമേഗ സ്ക്വയർ മോനെ 1/LC ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 1/√LC ആണ്. ഒമേഗയ്ക്ക് പകരം നിങ്ങൾക്ക് 2π എന്ന് കൊടുത്താൽ 2π = 1/√LC, ന്യൂ = 1/2π√LC ആണ്. ഇതാണ് റെസൊണൻ്റ് ഫ്രീക്വൻസി. ആൻഡ് ദിസ് ഫ്രീക്വൻസി റെസൊണൻസ് ഒക്കേഴ്സ്. റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി മക്കളെ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യമാണ് ക്വാളിറ്റി ഫാക്ടർ. മക്കളെ ക്വാളിറ്റി ഫാക്ടർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, റെസൊണൻസ് കണ്ടീഷനിലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം റെസൊണൻസിലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും തുല്യമാണ്. സോ അപ്പം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ. കാരണം ആയിട്ട് റെസൊണൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നോക്കിയേ, ക്വാളിറ്റി ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് inductive reactance or capacitive reactance to resistance at a resonance. Resonance conditional inductive reactance or resistance തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ദാറ്റ് ഈസ് L ഒമേഗ ബൈ ആർ അല്ലെങ്കിൽ 1/C ഒമേഗ ബൈ ആർ. ഒന്ന് റെസൊണൻ്റ് ഫ്രീക്വൻസി, റെസൊണൻ്റ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ നമുക്കറിയാം 1/√LC ആണ്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആണ് ഈ ഒമേഗയ്ക്ക് പകരം 1/√LC ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ഇക്വേഷൻ ആസ് 1/R√L/C. 1/R√L/C എന്ന് ആൻസർ വരും. 1/R√L/C എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് കാൾഡ് ക്വാളിറ്റി ഫാക്ടർ. മറക്കരുത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ L ഒമേഗ ബൈ ആർ അല്ലെങ്കിൽ 1/C ഒമേഗ ബൈ ആർ. ഒമേഗയ്ക്ക് പകരം 1/√LC കൊടുത്താൽ 1/R√L/C. സോ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് കറണ്ട് ആംഗുലർ ഫ്രീക്വൻസി ഗ്രാഫാണ് ഇനി പറയാൻ പോകുന്നത്. സോ അപ്പം നമ്മൾ റെസൊണൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇനി നമ്മൾ കറണ്ട് ആംഗുലർ ഫ്രീക്വൻസി ഗ്രാഫ്. മക്കളെ കറണ്ട് ആംഗുലർ ഫ്രീക്വൻസി ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റെസൊണൻ്റ് ഫ്രീക്വൻസി കറണ്ട് മാക്സിമം ആയിരിക്കും. കറണ്ടിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം കിട്ടുന്നത് റെസൊണൻ്റ് ഫ്രീക്വൻസിയിലായിരിക്കും. സോ റെസൊണൻ്റ് ഫ്രീക്വൻസി എത്തുന്നവരെ ആദ്യം തുടക്കത്തിൽ എന്ത് ചെയ്യും, റെസൊണൻ്റ് ഫ്രീക്വൻസി എത്തുന്നവരെ കറണ്ട് വാല്യൂ കൂടി വരും. പിന്നെ റെസൊണൻ്റ് ഫ്രീക്വൻസി എത്തുമ്പോൾ കറണ്ട് വാല്യൂ മാക്സിമം, പിന്നെ വീണ്ടും അതേപോലെ ഗ്രാഫ് വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ അറ്റ് റെസൊണൻസ് കറണ്ട് മാക്സിമം ആയിരിക്കും, ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും. ഇമ്പിഡൻസും ആംഗുലർ ഫ്രീക്വൻസി ആയിട്ടുള്ള ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മിനിമം ഇമ്പിഡൻസ് കിട്ടുന്നത് റെസൊണൻ്റ് ആംഗുലർ ഫ്രീക്വൻസി. റെസൊണൻ്റ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/√LC. ദിസ് ഈസ് റെസൊണൻ്റ് ആംഗുലർ ഫ്രീക്വൻസി. ഇവിടെ വെച്ചായിരിക്കും മിനിമം ഇമ്പിഡൻസ് ആയിരിക്കും മക്കളെ, മാക്സിമം കറണ്ട് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിനിമം ഇമ്പിഡൻസ് ഉള്ള LCRൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റെസൊണൻസ് ആണ്. മാക്സിമം കറണ്ട് തരുന്ന ഒരു LCR വിച്ച് ഗീവ്സ് മാക്സിമം കറണ്ട്, ഒരു LCR നിങ്ങൾക്ക് മാക്സിമം കറണ്ട് തരുന്നു എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അന്നേരം ഓർത്തോണം. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആരെയാ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മറ്റേ ആരെയല്ല, റെസൊണൻസ് കണ്ടീഷനിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ മറക്കരുത്, കറണ്ട് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഗ്രാഫ് ഇത് നേരെ തിരിഞ്ഞു വരുന്നതാണ് ഇംപിഡൻസ് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഗ്രാഫ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഒരു LCRലെ വോൾട്ടേജ് V can be given as Vm sin omega t. ഇനി കറണ്ട് ഒരു LCRൽ നമ്മൾ കറണ്ട് എഴുതുമ്പോൾ നമുക്കിപ്പം റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ Im sin omega t എന്ന് എഴുതാം. ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിൽ Im sin omega t - π/2 എന്ന് എഴുതാം. കപ്പാസിറ്റർ വരുന്ന സർക്യൂട്ട് ആണെങ്കിൽ Im sin omega t +π/2 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം, ഇതൊരു LCR ആണ്. ഇൻഡക്ടറിൻ്റെ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്ററിൻ്റെ ഒക്കെ കോമ്പിനേഷൻ വരും. ഇപ്പോൾ LCR ഇൻഡക്ടർ റെസിസ്റ്ററായിട്ടാണ് ആക്ട്. LCR ഇപ്പം റെസിസ്റ്ററിനെ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ Im sin omega t മാത്രം മതി. ഇപ്പോൾ ഇൻഡക്ടറിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ Im sin omega t - π/2 മതി. LCR ആക്ട് കപ്പാസിറ്റർ ആണെങ്കിൽ Im sin omega t +π/2 മതി. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. സോ ജനറലി നമുക്ക് ഒരു LCRലെ കറണ്ട് ക്യാൻ ബി നോട്ട് ആസ് Im sin omega t ± phi എന്ന് കൊടുക്കാം. സോ കറണ്ട് ഇൻ ആൻ LCR ക്യാൻ ബി ഗിവൺ ബൈ ദ ഫോർമുല Im sin omega t ± phi ആൻഡ് phi ഈസ് ദ ഫേസ് ഡിഫറൻസ്. phi ആണ് മക്കളെ ഫേസ് ഡിഫറൻസ്. ആവറേജ് പവർ, സോ ഇതാണ് ഇക്വേഷൻ. വോൾട്ടേജ് കറണ്ട് ഇവരുടെ ആവറേജ് പവർ എത്രയാണെന്ന് ചോദിച്ചാൽ Vrms Irms cos phi ആണ്. ആവറേജ് പവർ മക്കളെ Vrms Irms cos phi ആണ്. ഇത് Vrms Irms നമുക്ക് അപ്പാരൻ്റ് പവർ എന്ന് പറയാം.
കോസ് ഫൈയെ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. കോസ് ഫൈ ആണ് മക്കളെ പവർ ഫാക്ടർ. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്നൊരു വഴിയുണ്ട്. മുമ്പേ നമ്മൾ അത് പറഞ്ഞാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പവർ ഫാക്ടർ മോനെ കണ്ടുപിടിക്കാനായിട്ട് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ്. ഈ കോസ് ഫൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അഡ്ജസൻറ്റ് 6, ഹൈപ്പോട്ടൻസ് Z. അതാണ് ഇത് 5 അല്ലേ? 5 ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ കണ്ടുപിടിക്കാൻ R/Z ചെയ്താൽ മതി. R/Z ചെയ്താൽ നമുക്ക് പവർ ഫാക്ടർ വരും. പവർ ഫാക്ടർ നമുക്ക് കിട്ടും. സോ പവർ ഫാക്ടറാണ് R/Z. ഓക്കെ, സോ പവർ ഫാക്ടറാണ് R/Z. ഇനി വേണ്ടി നോക്കിയാൽ മക്കളെ, ഫേസ് ഡിഫറൻസ് 5-0 ആയാൽ, 5-0 ആയാൽ നോക്കി, ഈ 5 ആണ് നമ്മുടെ പവർ ഫാക്ടർ. 5-0 ആണ് എന്ന് വെച്ചാൽ കോസ് 5 1 ആണ്. 5-0 ആയാൽ മോനെ കോസ് 5 1 ആണ്. കോസ് 5 1 ആണ്. കോസ് 5 1 ആയാൽ ആവറേജ് പവർ തന്നെ വരും VRMS IRMS. ആവറേജ് പവർ എന്ത് വരും? VRMS IRMS. ആവറേജ് പവർ VRMS IRMS, അതായത് LCR ആക്ട് ആസ് റെസിസ്റ്റീവ്. അതായത് ആവറേജ് പവർ VRMS IRMS വരുന്ന ആർക്കായിരുന്നു? റെസിസ്റ്റർ സപ്ലൈ, AC അപ്ലൈ ടു എ റെസിസ്റ്ററിലല്ലേ? സോ ആവറേജ് പവർ മോനെ VRMS IRMS വന്നാൽ സർക്യൂട്ട് LCR ആക്ട് ആസ് റെസിസ്റ്റീവ്. LCR സർക്യൂട്ട് ആരെപ്പോൾ ആക്ട് ചെയ്യും? LCR ആക്ട് ആസ് റെസിസ്റ്റീവ്. റെസിസ്റ്റീവ് സർക്യൂട്ടിനെ പോലെ LCR ബിഹേവ് ചെയ്യും. ഈ 5 ഫേസ് ഡിഫറൻസ് മക്കളെ π/2 വന്നാൽ, ഈ ഫേസ് ഡിഫറൻസ് 5 π/2 വന്നാൽ പവർ ഫാക്ടർ കോസ് π/2. കോസ് π/2 എത്ര? 0 ആണ്. കോസ് π/2 മക്കളെ കോസ് 90 0 ആണ്. കോസ് 90 0 വന്നു കഴിഞ്ഞാൽ, കോസ് 0 വന്നാൽ ആവറേജ് പവർ VRMS × IRMS × കോസ് 90. കോസ് 90 മോനെ 0 ആയാൽ, കോസ് 90 0 ആയാൽ ആവറേജ് പവർ മക്കളെ 0 ആയി പോവും. ആവറേജ് പവർ 0 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം LCR ആക്ട് ആസ് ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ്. LCR ആരെ പോലെ ബിഹേവ് ചെയ്യും? ഒന്നുകിൽ ഇൻഡക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ കപ്പാസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. LCR ഒരു ഇൻഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ആവറേജ് പവർ 0 ആവുന്ന ആവറേജ് പവർ 0 ആവുന്ന എവിടെയൊക്കെയാണ്? ഇൻഡക്ടർ സർക്യൂട്ടിലോ കപ്പാസിറ്റർ സർക്യൂട്ടിലോ. അപ്പം LCRൽ ഫേസ് ഡിഫറൻസ് മക്കളെ π/2 വന്നു കഴിഞ്ഞാൽ കോസ് 5 0 ആണ്. സോ ആവറേജ് പവർ 0 വരും. എന്ന് വെച്ചാൽ LCR ഒന്നുകിൽ ഇൻഡക്ടറായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ആരായിട്ട് ബിഹേവ് ചെയ്യും? കപ്പാസിറ്ററായിട്ട് ബിഹേവ് ചെയ്യും. സോ ഇതാണ് LCRലെ പ്രോപ്പർട്ടികൾ. ക്ലിയർ ആണല്ലോ? സോ മക്കളെ, നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് മൂവ് അപ്പ് ചെയ്യാം. 2008 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ AC സർക്യൂട്ട് EMF E ആൻഡ് കറണ്ട് അറ്റ് എനി ഇൻസ്റ്റന്റ്. AC സർക്യൂട്ടിലെ EMF കറണ്ട് തന്നിരിക്കുന്നു. E = E0 sin ωt. കറണ്ട് I = I0 sin ωt -5. -5 +5 എന്ത് വേണം വന്നോട്ടെ. I0 sin ωt -5 ആണ് എങ്കിൽ ആവറേജ് പവർ എത്ര ആണ്? സോ മക്കളെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആവറേജ് പവർ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം I = E0 sin ωt, വോൾട്ടേജ് V = V0 sin ωt. കറണ്ട് I = I0 sin ωt ആണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അത് റെസിസ്റ്റർ സർക്യൂട്ടാണ്. അപ്പോൾ ആവറേജ് പവർ VRMS IRMS. ഇനി V എന്ന് പറഞ്ഞാൽ V0 sin ωt, I എന്ന് പറഞ്ഞാൽ I0 sin ωt + π/2 ആണ്. അപ്പോൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റർ ആണ് ആവറേജ് പവർ 0 ആയ. ഇനി E = V0 sin ωt, I = I0 sin ωt -π/2. അപ്പോൾ ഉദ്ദേശിക്കുക ഇൻഡക്ടറാണ്. അവിടെ എന്ത് ചെയ്യത്തില്ല? ആവറേജ് പവർ 0 ആയിരിക്കും. സോ ഇവിടെ തന്നേക്കുന്നത് ഈ V = E0 sin ωt, I = I0 sin ωt -5 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സോ ഇങ്ങനെ വരുമ്പം ആവറേജ് പവർ മക്കളെ, ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, VRMS IRMS cos 5 ആണ്. VRMS IRMS cos 5. സോ VRMSന് പകരം, പക്ഷേ ഇവിടെ ആവറേജിൻ്റെ ടൈംസിലല്ല തന്നേക്കുന്നത്, പീക്ക് വാല്യൂൻ്റെ ടൈംസ്. E0 I0 എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് വാല്യൂ. VRMS can be written as VM/√2. IRMS can be written as IM/√2. IM/√2 cos 5. So this can be written as VM/IM√2 × √2 2 cos 5. VM/IM√2 × √2 2 cos 5. മക്കളെ, ഈ VM/IM എന്ന് പറയുന്നതാണ് അവർ E0 ആയിട്ട് തന്നേക്കുന്നതാണ്. VM നമ്മുടെ പീക്ക് വോൾട്ടേജ് ആണ്. V0യ്ക്ക് പകരം അവർ VMന് പകരം അവർ E0 എന്ന് തന്നേക്കുന്നു. പീക്ക് കറണ്ട് IMന് പകരം I0 എന്ന് തന്നേക്കുന്നു. therefore average power can be given as, ഇവിടെ നമുക്ക് E0 I0/2 cos 5. നമ്മൾ ഓൾറെഡി തിയറിയിൽ പറഞ്ഞ കാര്യമാണ്. E0 I0/2 sin 5 അല്ല, E0 I0/2 cos 5. cos 5 ആണ് ആൻസർ. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുള്ള VRMS IRMS cos 5 ആണ്. സോ അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ VRMS വരും VM/√2, IM/√2 cos 5, VM/IM/2 cos 5 എന്ന് വരും. ഇത് VMന് പകരം E0, IMന് പകരം I0/2 cos 5. ഓക്കെ, നൊട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുവാന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് അപ്പ് ചെയ്യാം. 2012 ക്വസ്റ്റ്യൻ. ഇതേ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റീനിയസ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. കറണ്ട് വോൾട്ടേജിൻ്റെയും ആൾട്ടർനേറ്റീവ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. I തന്നിട്ടുണ്ട്, ഇത് V ആണ്, C അല്ല V ആണ്. I = 1/√2 sin 100πt ആണ്. അതുപോലെ V = 1/√2 sin 100πt + π/3 വോൾട്ട് ആണ് എങ്കിൽ ആവറേജ് പവർ ആണ്. മക്കളെ, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട. ആവറേജ് പവർ ആവറേജ് പവർ is none other than VRMS IRMS cos 5. So VRMS is
VM/√2. IRMS is Im/√2 into cos phi. സോ നോക്കി ഇവിടെ വി എം ആരാ നോക്കി വി എം ആരാ ആണ്ടെ ഇവിടെ സൈൻ്റെ ടൈംസ് അപ്പം നോക്കി വി എം എന്ന് പറഞ്ഞാരാ ഇവിടെ ഈ വി എന്ന് പറഞ്ഞാരാ വി എം സൈൻ ഒമേഗ ടി അല്ലേ ഇവിടെ വി എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആ ഒരു പാറ്റേൺ തന്നേക്കുക കണ്ടോ വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആ ഒരു പാറ്റേണില്ല ഇവിടെ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഐ എം സൈൻ ഒമേഗ ടി ഈ ഒരു പാറ്റേണിലാണ് കറണ്ട് തന്നേക്കുന്നത് വോൾട്ടേജ് നിൽക്കുന്നത് വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈക്ക് വരവാണ് π/3 ഇപ്പോൾ ഇവിടെ വി എം ആരാ നോക്കി വി എം 1/√2 സോ വി എം 1/√2 ഇൻറ്റു √2 വി എം ആണ് 1/√2 മക്കളെ വി എം ആണ് 1/√2 ഇനി കറണ്ട് ഐ എം എന്ന് പറഞ്ഞാലും 1/√2 ആണ് 1/√2 ഇൻറ്റു √2 കോസ് ഫൈ എത്ര നോക്കി ഫേസ് ഡിഫറൻസ് വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/3 ആണ് ഫേസ് ഡിഫറൻസ് മക്കളെ π/3 അപ്പം വി എം എന്ന് പറഞ്ഞാൽ 1/√2 ഐ എം എന്ന് പറഞ്ഞാൽ 1/√2 അതും 1/√2 അപ്പോൾ 1/√2 ഇൻറ്റു √2 1/√2 ഇൻറ്റു √2 കോസ് π/3 √2 ഇൻറ്റു √2 1/2 ഇൻറ്റു 1/2 കോസ് π/3 വീണ്ടും 1/2 സോ ദ ആൻസർ ഈസ് 1/8 സോ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1/8 ആൻഡ് 1/8 ഓപ്ഷൻ ഡി ആണ് മക്കളെ ആൻസർ വരുന്നത് ഈ ടൈപ്പ് എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ ഒരേ മോഡലുകളാണ് ഒരേ രീതി ചെയ്യുക 2012 ചോദിച്ച ക്വസ്റ്റ്യൻ സോ മക്കളെ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ് ഇംപിഡൻസ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഈ തന്നേക്കുന്ന സർക്യൂട്ടിലെ നെറ്റ് ഇംപിഡൻസ് കാണുക മക്കളെ നെറ്റ് ഇംപിഡൻസ് കാണുക നെറ്റ് ഇംപിഡൻസ് ഇതൊരു LCR സർക്യൂട്ട് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഇൻഡക്ടറുണ്ട് കപ്പാസിറ്ററുണ്ട് റെസിസ്റ്ററുണ്ട് നെറ്റ് ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ √r² + XL - XC ദ ഹോൾ സ്ക്വയർ R റെസിസ്റ്റൻസ് R 10 ഓം ആണ് XL വേണം XC വേണം XL എന്ന് പറഞ്ഞാൽ ആരാ XL L ഒമേഗയാണ് അപ്പോൾ ആദ്യം ഒമേഗ കണ്ടുപിടിക്കാം ഒമേഗ ആരാ 2π ആണ് ഒമേഗ 2π ആണ് 2π ഇൻറ്റു ന്യൂ അത്ര 50 ദാറ്റ് ഈസ് 100π വരും ഒമേഗ ആണ്ട് 100π അപ്പോൾ നോക്കി L എത്ര നോക്കി 50/π L 50/π ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പുറത്ത് മില്ലി ഹെൻറിയ കണ്ടോ MH ആണ് മില്ലി ഹെൻറിയാണ് സോ മില്ലിയെ മാറ്റാൻ മക്കളെ 10⁻³ ഒമേഗ 100 100π 100π അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും പൊക്കോളും പയ്യെ വെട്ടി പോയി ഇത് പോയി ബാക്കി 5 വരും 5 XL 5 ഓം ഇനി XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/Z ഒമേഗ 1/C എത്ര 1/10⁻³ ഇൻറ്റു മൈക്രോ ഫാരഡ മക്കളെ മൈക്രോ ഫാരഡ 10⁻³ മൈക്രോ ഫാരഡ കപ്പാസിറ്റൻസ് C ആണ് 10⁻³ മൈക്രോ ഫാരഡ മൈക്രോയെ മാറ്റാൻ 10⁻⁻6 ഇൻറ്റു ഒമേഗയുടെ 100 ഇത് 10⁻³ 3 2 5 10⁻⁻6 ആയിട്ട് വെച്ചാൽ 10⁻⁻1 വരും അപ്പം 100π 100π പയ്യെ വെട്ടിപ്പോയി 10⁻⁵ 10⁻⁻1 മേലെ വരുമ്പോൾ 10 XC 10 ഓം എന്ന് വരും XC 10 അപ്പോൾ എല്ലാവരും ആയാലോ റിസൾട്ട് കാണാൻ ഒരു പാടുമില്ല √r² + വലുതാരെ XL - XC ദ ഹോൾ സ്ക്വയർ ഓക്കെ ഓർ XC - XL ദ ഹോൾ സ്ക്വയർ വലുത് എന്ത് ചെയ്താൽ മതി XC ദ ഹോൾ സ്ക്വയർ സോ അപ്പോൾ സോൾവ് ചെയ്താൽ എങ്ങനെ വരും √r എത്ര 10 r എത്ര നോക്കണേ 10 അല്ലേ 10ന്റെ സ്ക്വയർ + XL 5 XC 10 ഹോൾ സ്ക്വയർ സോ സോൾവ് ചെയ്യുമ്പോൾ 10ന്റെ സ്ക്വയർ + 5 - 10 -5 സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും ആരെന്ന് തന്നെ വരും 5ന്റെ സ്ക്വയർ നമുക്ക് ആയിട്ട് തന്നെ വരും സോ സോൾവ് ചെയ്യുമ്പം √125 എന്ന് കിട്ടും √125 എന്ന് പറഞ്ഞാൽ √125 എന്ന് പറഞ്ഞാൽ 5√5 √125 5√5 ഓപ്ഷനിലുണ്ട് 5√5 ആൻസർ അപ്പോൾ നിങ്ങൾ പറ്റിക്കാനായിട്ട് നിങ്ങൾ മെൻ്റലി പറ്റിക്കാനായിട്ടൊരു സാധനം ഉണ്ട് 25 പല ആളുകളും √25 എന്നൊക്കെ കാണുമ്പോൾ പരീക്ഷയുടെ എക്സാം സ്ട്രെസ്സിൽ ചിലപ്പം ഈ √125 എത്ര എന്നൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് 25 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ സാധ്യതയുണ്ട് √625 ആണ് 25 അപ്പം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നേക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോളാം അവസാനം വരെ ചെയ്തിട്ട് കൊണ്ടുവന്ന് കല കൊടുക്കരുത് 5√5 ആണ് ആൻസർ 5√5 ആണ് ആൻസർ വേറെ ഒന്നുമില്ലടാ റിസൾട്ട് കാണാം ഇതാ 10 ഓം XL L ഒമേഗ
കണ്ടുപിടിക്കുന്നു. എക്സി 1/c ഒമേഗ കണ്ടുപിടിക്കും. അപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻ എപ്പോഴും ശ്രദ്ധിച്ചോണം. മില്ലി എന്ന് പറഞ്ഞാൽ മോനെ 10⁻³ മൈനസ് മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. മില്ലി 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ആണ്, മൈക്രോ പറഞ്ഞാൽ 10⁻�6. എല്ലാം SI ആക്കി മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. സോ അടുത്ത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് ഇൻഡക്ടൻസ് 10 ഹെൻറി. ഇൻഡക്ടൻസ് 10 ഹെൻറി ആണ്, കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ് ആണ്, റെസിസ്റ്റൻസ് 50 ഹെർട്സ് ആണ്. ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. AC സോഴ്സ് V ആണ്, 200 sin 100t വോൾട്ട്. റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസിയും വേണം, റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി ന്യൂ സീറോയും വേണം, AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി വേണം, AC സോഴ്സിൻ്റെ ഫ്രീക്വൻസിയും വേണം, റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസിയും വേണം. അപ്പോൾ ആദ്യം നന്നേക്ക് നോക്കി. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് V എന്ന് പറഞ്ഞാൽ ആരാ? 200 sin 100t അല്ലേ? സോ ദിസ് ഈസ് സിമിലർ ടു V ഈസ് ഈക്വൽ ടു VM sin ωt. അപ്പോൾ ആദ്യം വോൾട്ടേജ് സോഴ്സിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് സോഴ്സ് അത് ഞാൻ കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് സോഴ്സ് കണ്ടുപിടിക്കാം. അപ്പം ഇത് ഒമേഗ ഈസ് ഈക്വൽ ടു ആരാ മോനെ? 100. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ് 100. ന്യൂ എന്ന് പറഞ്ഞാൽ 100/2π. സോ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 50/π. 50/π ഹെർട്സ്. So this is frequency of source. AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി ആണ് 50/π ഹെർട്സ്. AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ഡയറക്റ്റ്ലി കിട്ടി 50/π ഹെർട്സ് ആണ് AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി ആണ് അടുത്ത് ചോദിക്കുന്നത്. ഇനി ചോദിക്കുന്നത് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി. എടാ റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ്? റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ്? റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി ന്യൂ സീറോ 1/2π റൂട്ട് LC അല്ലേ? ന്യൂ സീറോ 1/2π റൂട്ട് L എത്ര നോക്കി? L എത്ര? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വിത്ത് ഇൻഡക്റ്റൻസ് 10 ഹെൻറി. ഇൻഡക്റ്റൻസ് 10 ഹെൻറി. അപ്പോൾ L 10, കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ്. L 10 ആണ്, കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ്. അപ്പോൾ 10 × 10⁻⁻3. 10 × 10⁻⁻3 മറക്കല്ലേ? സോറി മൈക്രോ ഫാരഡ് അല്ലേ? 10 × 10⁻⁻6 മൈക്രോ ഫാരഡാണ്. സോ 10 × 10⁻⁻6. L 10 മറ്റേ 10. ഇത് ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? ന്യൂ സീറോ 1/2π × റൂട്ട് ഇത് പോയി 10⁻⁻4. 10⁻⁻4 റൂട്ടിനെ വെളിയിലാക്കിയാൽ 1/2π × 10⁻². മേലെ റൂട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ 10⁻². മേലെ പോകുമ്പോൾ 100/2π. സെയിം സാധനം തന്നെ വരും. ത്രഷോൾഡ് ഈ ഫ്രീക്വൻസി അതായത് റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി 50/π ഹെർട്സ്. ഒരു വ്യത്യാസമില്ല. റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസിയും 50/π ഹെർട്സ് ആണ്. റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസിയും 50/π ഹെർട്സ് ആണ്. സോ രണ്ടും വരുന്ന ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ അതായത് നമ്മുടെ AC ഫ്രീക്വൻസിയും സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും 50/π ആണ്, റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസിയും 50/π ആണ്. സോ 200 sin 100t അതിൽ നിന്ന് VM sin ωt. ഒമേഗ 100 ആണ്. ന്യൂ ഇസിക്കൽ ടു 100/2π 50/π ഹെർട്സ്. ഇനി റെസ്റ്റോറൻറ്റ് ഫ്രീക്വൻസി 1/2π റൂട്ട് LC ആണ്. 1/2π 10 × 10⁻⁻6 സോൾവ് ചെയ്ത് 50/π ഹെർട്സ്. സോ ഇതാണ് 2022 മക്കളെ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി നമ്മൾ അടുത്തായിട്ട് മക്കളെ പറയാനായിട്ട് പോകുന്നത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. LCRുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് L, കപ്പാസിറ്റൻസ് C, റെസിസ്റ്റൻസ് R കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട്. അതായത് ഇൻഡക്ടറിൻ്റെ ഇൻഡക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് C ആണ്, ഏതാ റെസിസ്റ്റർ R ആണ്. അവർ AC സോഴ്സായിട്ട് കണക്ട് ചെയ്യുന്നു. പടത്തിൽ തന്നിട്ടുണ്ട്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് L, C, R ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ 40, 10, 40 കാണുമ്പോഴേ മനസ്സിലാക്കണം. ഇതൊരിക്കലും പീക്ക് വോൾട്ടേജ് അല്ല. ഇത് പ്രത്യേകിച്ച് പീക്ക് ആണെങ്കിൽ പീക്ക് എന്ന് പറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് ആർ RMS വോൾട്ടേജ്. ഇതെല്ലാം RMS വാല്യൂകളാണ്. ഓക്കെ എങ്കിൽ അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ LCR സർക്യൂട്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്നാണ് പറയുന്നത് മക്കളെ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാക്സിമം കറണ്ട് എന്നാണ്, അഥവാ പീക്ക് കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് പീക്ക് കറണ്ടിനെയാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓസിലേഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. ആംപ്ലിറ്റ്യൂഡ് 10√2 ആംപിയർ ആണ്. എങ്കിൽ ഇംപിഡൻസ് കാണും. മോനെ ഇംപിഡൻസ് കാണും. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 10√2 ആണ്, ഇംപിഡൻസ് കാണും. ഇപ്പോൾ ഇംപിഡൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ആദ്യം
എന്ത് ചെയ്യാം, ഇവിടെ ഇമ്പിഡൻസ് കാണണമെങ്കിൽ ഇസഡ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ VM/IM അല്ലെങ്കിൽ ആരെ എടുത്താലും മതി, PRMS/IRMS എടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പീക്ക് വാല്യൂ VMA/IM എടുക്കണം, അല്ലെങ്കിൽ VRMS/IRMS എടുത്താലും മതി, ആരെ എടുത്താലും മതി. കാരണം VRMS/IRMS ആയാലും റൂട്ടും ഒക്കെ ക്യാൻസൽ ആയിപ്പോയി ഇതേപോലെ തന്നെ വന്നോളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ VRMS/IRMS എടുക്കാൻ പോകും. അല്ലെങ്കിൽ VM/IM മാക്സിമം വോൾട്ടേജും മാക്സിമം കറണ്ടും കണ്ടുപിടിച്ച് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് പറ്റുന്നുണ്ട്, അങ്ങനെ ചെയ്താലും മതി. സോ ഞാൻ VRMS/IRMS എടുക്കും, അതായിരിക്കും കുറച്ച് എളുപ്പം. നോക്കി VRMS/IRMS, ഇവിടുത്തെ VRMS എങ്ങനെ കാണാം, നമുക്ക് പീക്ക് വോൾട്ടേജ് ആണ്, ഈ പീക്ക് റിസൾട്ടൻ്റ് വോൾട്ടേജ് LCR നമുക്കറിയാം VR² + VL - VC (2). ഇവിടെ പീക്ക് വോൾട്ടേജ് അല്ല, ഇവിടെ നിങ്ങൾക്ക് തന്നേക്കുന്ന മൊത്തം RMS വോൾട്ടേജുകളാണ്. അപ്പം VM-ന് വരെ ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, VRMS. കാരണം ഇവിടെ തന്നേക്കുന്ന മൊത്തം റെസ്റ്റർ അക്രോസ് ആയിട്ടുള്ള RMS ഉണ്ട്, കപ്പാസിറ്റർ അക്രോസ് RMS ഉണ്ട്, ഇൻഡക്ടർ അക്രോസ് ഉള്ള RMS ഉണ്ട്. സോ അപ്പം VRMS ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ചെയ്തിടുമ്പോൾ VRMS ആയിരിക്കും, പീക്കല്ല VRMS ആയിരിക്കും കിട്ടുന്നത്. അത് മാറിപ്പോലെ നിങ്ങൾ ഇത് കിടക്കുന്ന ഇതെല്ലാം RMS വാല്യൂകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്നത് RMS വോൾട്ടേജ് ആയിരിക്കും. VR 40/², VL 40, VC 10. അങ്ങനെ സോൾവ് ചെയ്യുമ്പം റൂട്ട് 40² + 30². റൂട്ട് 40 30 റൂട്ട് 2500 വരും. സോ ആൻസർ 50 വോൾട്ട് വരും. ഇപ്പം RMS വോൾട്ടേജ് 50 വോൾട്ട്. VRMS കിട്ടി. ഇനി IRMS വേണ്ടേ, IRMS കിട്ടാൻ IM/√2 ചെയ്താൽ മതി. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. മോനെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ പീക്ക് കറണ്ടാണ്, 10√2 10√2/√2. സോ RMS കറണ്ട് IRMS നിങ്ങൾക്ക് കിട്ടും 10 ആംപിയർ. IRMS കിട്ടും 10 ആംപിയർ. IRMS-ആയി VRMS-ആയി. ഇംപിഡൻസ് ഇസഡ് VRMS/IRMS. സോ VRMS 50, IRMS 10. സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 5 ഓം എന്ന് ആൻസർ കിട്ടും. യു വിൽ ഗെറ്റ് ആൻസർ ആസ് 5 ഉണ്ടോ നോക്കി. യെസ്, ഓപ്ഷൻ എ 5 ഓം ആണ് ആൻസർ. കണ്ടോ, എത്ര എളുപ്പമാണ് ക്വസ്റ്റ്യൻ. 2025 എല്ലാ വർഷവും 2 ക്വസ്റ്റ്യനൊക്കെ മിനിമം ഈ ചാപ്റ്ററിന് ഷുവറാണ്. 2 3 വരാം. വളരെ എളുപ്പത്തിൽ കിട്ടും. 5 ഓം എന്ന് ആൻസർ കിട്ടും. ഒരുപാടുമില്ല, വളരെ സിമ്പിളാണ്. അടുത്ത് നോക്കി, ഇനി സർക്യൂട്ട് V1 ആൻഡ് V2 ആർ 300 വോൾട്ട്. മോനെ V1 ഉം V2 ഉം 300 വോൾട്ടാണ്. V1 എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിനോട് ചേർത്ത് വെച്ചേക്കുന്നതാണ് ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജാണ് V1. അതാണ്ട് ഇതിൻ്റെ വോൾട്ടേജാണ് V1. ഇതാണ് V1, ഇതാണ് V2, ഇത് V3. എടാ പിള്ളേരെ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, V1 ഉം V2 ഉം എത്ര 300 ആണ്. അപ്പം V1 = V2. V1 എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, V2 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പം V1 V2 300 എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ വോൾട്ടേജ് = കപ്പാസിറ്റർ വോൾട്ടേജ് = 300. അപ്പോഴേ മനസ്സിലായി ദിസ് എ കണ്ടീഷൻ ഓഫ് എന്താ LCR ആണ്. ഇത് ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ് ആണ്. എടാ റെസൊണൻസിൻ്റെ പ്രത്യേകത എന്താ, റെസൊണൻസിൻ്റെ പ്രത്യേകത എന്താ, റെസൊണൻസിൽ XL = XC വരും. XL = XC വരികയെന്ന് വെച്ചാൽ എന്ത് തന്നെ, VL = VC അല്ലേ. XL = XC, രണ്ടിടത്തും കറണ്ട് നോക്കി, IXL = IXC. കറണ്ട് രണ്ടിടത്തും കൊടുത്താൽ വെട്ടി പോകത്തില്ലേ, IXL = IXC. അത് തന്നെയല്ലേ VL = VC അല്ലേടേ. അപ്പം ഇൻഡക്ടറിലെ വോൾട്ടേജും കപ്പാസിറ്ററിലെ വോൾട്ടേജും മക്കളെ തുല്യമാണ്. ഇൻഡക്ടറിലെ വോൾട്ടേജും കപ്പാസിറ്ററിലെ വോൾട്ടേജും തുല്യമാണ്. ദാറ്റ് മീൻസ് ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്. ഇത് മക്കളെ ഒരു റെസൊണൻസിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, റെസൊണൻസ് ആയിക്കഴിഞ്ഞാൽ റെസൊണൻസിൻ്റെ കണ്ടീഷനാണ് എങ്കിൽ വോൾട്ടിമീറ്ററിൻ്റെ റീഡിങ് വേണം. അതായത് V3-ലെ ഈ വോൾട്ടിമീറ്ററിൻ്റെ റീഡിങ് വേണം, അതുപോലെ അമ്മീറ്ററിൻ്റെ റീഡിങ് വേണം. വോൾട്ടിമീറ്റർ റീഡിങ് ദാണ്ട് ഇവിടെ അമ്മീറ്റർ, ദാണ്ട് ഇവിടെ അമ്മീറ്റർ ഇരിപ്പുണ്ടേ. വോൾട്ടിമീറ്റർ റീഡിങ് ഇവിടെ ഇരിക്കുന്ന അമ്മീറ്ററിൻ്റെ റീഡിങ്, 2 റീഡിങ് വേണം. അപ്പം ഇത് റെസൊണൻസ് അല്ലേ. ഇപ്പോൾ റെസൊണൻസ് ആയാൽ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ വരത്തുള്ളൂ, റെസൊണൻസ് കണ്ടീഷനിൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ വരത്തുള്ളൂ, √VR² + VL - VC (2). ഈ VL ഉം VC എന്ത് ചെയ്തു പോകും, VL ഉം VC ഈക്വൽ ആണ് റെസൊണൻസ് ആകുമ്പോൾ. അപ്പോൾ V = ആര് വരും, √VR². എന്ന് വെച്ചാൽ V = ആരാ, VR ആണ്. V = മക്കളെ VR ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് മൊത്തത്തിൽ ആർക്കാണ് കിട്ടുന്നത്, ഈ V3-ക്കാണ് കിട്ടുന്നത്. സോ VR എത്ര, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എത്ര നോക്കി, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എത്ര, 220 അല്ലേ. കൊടുക്കുന്ന വോൾട്ടേജ് 220 ആണ്. സോ അപ്പോൾ റെസിസ്റ്ററിന് അക്രോസും കിട്ടുന്നത് എത്ര, 220. റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് ആണ് നമ്മുടെ V3 എത്ര, 220 വോൾട്ട്. റെസിസ്റ്റർ വോൾട്ടേജ് ആണ് V3, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V3. അപ്പോൾ V3 എത്ര വരും, ഇപ്പോൾ VR എന്ന് പറയുന്നതാണ് V3. അപ്പോൾ V3 എത്ര വരും, 220 വോൾട്ട്. കാരണം ഇത് രണ്ടും റെസൊണൻസ് ആണ്. അപ്പോൾ VL ഉം VC മക്കളെ ഈക്വൽ, അത് പോയി. V = √VR². √VR² എന്ന് പറഞ്ഞാൽ VR. സോ VR എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് വരും. ഇനി അടുത്ത വേണ്ട കാര്യം, അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ
അമീറ്ററിലെ കറണ്ട് ഇൻ അമീറ്ററിലെ കറണ്ട് വേണം. കറണ്ട് ഇൻ അമീറ്റർ കറണ്ട് വേണമെങ്കിൽ I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അറിയാമല്ലോ. അപ്പം സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ബൈ LCR ആകുമ്പോൾ നേരം ഇസഡ് ആവും അല്ലേടേ. അമീറ്ററിലെ കറണ്ട് വേണമെങ്കിൽ V ബൈ ഇസഡ്. ഞാൻ അത് ഈ V എന്ന് പറഞ്ഞ ഇവിടെ ഈ കിടക്കുന്ന വോൾട്ടേജ് എല്ലാം RMS ആണ്. ഇതെല്ലാം RMS വോൾട്ടേജുകളാണ് കേട്ടോ. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220. ഓക്കെ, ഇനിയും റെസൊണൻസിൽ നമുക്കറിയാം ഇസഡ് എന്ന് പറഞ്ഞാൽ ആര് മാത്രം എടുത്താൽ മതി, R മാത്രം എടുത്താൽ മതി. ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ് മക്കളെ. റെസൊണൻസിൽ XL XC ഒക്കെ ഈക്വൽ ആണ്. ഇസഡ് ഈക്വൽ ടു R ആണ്. സോ R മാത്രം എടുത്താൽ മതി. 220 ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 100, 2.2 ആംപിയർ എന്ന ആൻസർ വരും. സോ കറണ്ട് 2.2 ആംപിയർ, കാരണം ഇത് റെസൊണൻസ് ആണ്. ഓപ്ഷൻ ബി ആണ്. സോ മോനെ V1ഉം V2ഉം തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് റെസൊണൻസ് ആകുമ്പോൾ ഈ നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് ആർക്കാണ് കിട്ടുന്നത്, ഈ റെസിസ്റ്ററിനാണ് കിട്ടുന്നത്. ഇപ്പം V3 ഈക്വൽ ടു 220. കറണ്ട് കാണണമെങ്കിൽ V ബൈ ഇസഡ് ആണ്. V 220 ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, റെസിസ്റ്റർ വോൾട്ടേജ് തന്നെയാണ്. സോ 100 ആണ്. സോ ഇതെല്ലാം കിട്ടുന്ന എല്ലാം RMSകളായിരിക്കും കേട്ടോ. കാരണം ഇത് ഈ 220 ഒക്കെ RMS ആണ്. പീക്കല്ല, RMS വാല്യൂസ് ആണ്. അതിന് അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ക്യാൻ ബി സെലക്ടഡ് ഫോർ എ ബെറ്റർ LCR സർക്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ. ട്യൂണിങ് ഓഫ് ആൻ LCR സർക്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ബെറ്റർ ട്യൂണിങ്ങിന് ഇതിനകത്ത് ആരെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. 2016 ചോദിച്ചാണ് മോനെ. ട്യൂണിങ് ഏറ്റവും ബെറ്റർ ട്യൂണിങ് കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി ഫാക്ടർ ആണെങ്കിൽ മാത്രമേ, ക്വാളിറ്റി ഫാക്ടർ നമുക്ക് മാക്സിമം ആയിരുന്നാൽ മാത്രമേ ബെറ്റർ ട്യൂണിങ് നമുക്ക് പോസിബിൾ ആവൂ. അപ്പോൾ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ, Q ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇവിടെ L ഉം C ഉം R ഉം എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വെച്ചുള്ള റിലേഷൻ അതാ 1/R √L/C. സോ ഫോർ ബെറ്റർ ട്യൂണിങ് മക്കളെ, ബെറ്റർ ട്യൂണിങ് നടക്കണമെങ്കിൽ ഈ L കൂടി നിൽക്കണം, R ഉം C ഉം കുറഞ്ഞ് നിൽക്കണം. R ഉം കുറഞ്ഞ് നിൽക്കണം, C ഉം കുറഞ്ഞ് നിൽക്കണം. L കൂടണം, R ഉം C ഉം കുറയണം. L കൂടണം, R ഉം C ഉം കുറയണം. അപ്പോൾ ഇത് വെച്ച് ഏതാ നോക്കേ, L കൂടുതലുള്ള എവിടെ, ഓപ്ഷൻ എയില. ഓക്കെ, R 15, C 30. ഇനി അടുത്തതിനകത്ത് വരുമ്പം R 25, C 45 കൂടുക. ഇവിടെ വരുമ്പോൾ R 20, C 35 കൂടുതൽ. R 25, C 45. അപ്പോൾ ഇതിൽ R കുറവ് വരുന്നത് 1-ലാണ്, C യും കുറവ് വരുന്നത് 1-ലാണ്. സോ ഏതാ ആൻസർ? ഓക്കെ, ഉത്തരം പറയാം, ഓപ്ഷൻ എ ആയിരിക്കും. കാരണം ഓപ്ഷൻ എയിലാണ് ഏറ്റവും R കുറവ്, C കുറവ്, L കൂടുതൽ. R കുറവ്, C യും കുറവ്, L ഉം കൂടുതൽ വരുന്ന ഓപ്ഷൻ എയിലാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ബെറ്റർ ട്യൂണിങ്ങിനായിട്ട് എടുക്കാൻ പറ്റുന്നത് ഏറ്റവും ക്വാളിറ്റി ഫാക്ടർ ഉള്ളവരെയാണ്. ക്വാളിറ്റി ഫാക്ടർ കൂടണമെങ്കിൽ മോനെ R കുറവായിരിക്കണം, L കൂടുതലായിരിക്കണം, C യും കുറവായിരിക്കണം. സോ ഈ കോമ്പിനേഷൻസ് എല്ലാം വരുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. നോക്കി ഉത്തരം പറയാം, ഒന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ. 2016 ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ്? 2007 ക്വസ്റ്റ്യൻ ആണ്. 2007 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ഫോർ വിച്ച് കറണ്ട് ഈസ് മാക്സിമം ഇൻ ആൻ LCR സർക്യൂട്ട്? ഒരു LCR സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് ഓക്കെ, എത്ര വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ഉള്ളപ്പോഴാണ്? ഇൻഡക്ടൻസിൻ്റെ വാല്യൂ എത്ര ആയാൽ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആവും? ഒരു LCR സർക്യൂട്ടിലെ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ എത്ര ആകുമ്പോഴാണ് കറണ്ട് വാല്യൂ മാക്സിമം ആവുന്നത്? മോനെ, കറണ്ട് മാക്സിമം ആകുന്നു എന്ന് പറഞ്ഞാൽ അന്നേരം ഓർക്കണം, ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്. കറണ്ട് മാക്സിമം ആകുന്നു മക്കളെ, കറണ്ട് മാക്സിമം ആകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അന്നേരം ഓർക്കണം, ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്. കറണ്ട് മക്കളെ മാക്സിമം വരുന്നത് എപ്പോഴും റെസൊണൻസ് കണ്ടീഷനിലാണ്. സോ നമുക്ക് ഇവിടെ അപ്പം ഈ ഫ്രീക്വൻസി, ദിസ് വിൽ ബി എ റെസൊണന്റ് ഫ്രീക്വൻസി. ഇപ്പോൾ കറണ്ട് മാക്സിമം ആവുന്ന സമയത്ത് കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ട്. ഇനി കറണ്ട് മാക്സിമം ആവുന്ന സമയത്ത് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ഈ ഫ്രീക്വൻസി ഉറപ്പായിട്ടും ഏത് ഫ്രീക്വൻസി ആയിരിക്കണം? റെസൊണന്റ് ഫ്രീക്വൻസി ആയിരിക്കണം. സോ റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ നമുക്കറിയാം 1/√LC ആണ് അല്ലേ? 1/√LC ആണ്. ഒമേഗ എത്ര? 1000. 1/√L അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. C 10 മൈക്രോഫാരഡ്, 10 × 10⁻⁻⁶. ഈ റൂട്ട് റേഞ്ച് കൊണ്ടുവന്നാൽ 10,000ൻ്റെ സ്ക്വയർ 1/L × 10⁻⁻5. ഓക്കെ, ഇപ്പറ വന്നാൽ എങ്ങനെ വരും? 10⁻6 × L × 10⁻⁻5. ഇങ്ങോട്ട് ഡയറക്റ്റ്ലി കൊണ്ടുവരുവാന്നേ. ഇപ്പോൾ 10⁻5 ഒന്നും ആവത്തില്ലേ, നേരെ ഇനി കൊണ്ടുവരുവാന്നേ, ഈക്വൽ ടു 1. ഓക്കെ, 10⁻⁻1 L ഈക്വൽ ടു 1. L ഈക്വൽ ടു 1/10⁻⁻1. മേലെ കയറുമ്പോൾ 10 അല്ലല്ലോ. L ഈക്വൽ ടു നമുക്ക് ഇവിടെ മിസ്റ്റേക്ക് വന്നല്ലോ. ഇവിടെ 10.
കാൽക്കുലേഷൻ നിങ്ങളും കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ആർട്ടൊക്കെ വരാം. നിങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. എത്ര വേണ്ട പിള്ളേരെ എല്ലാവരും നോക്കി. അപ്പം LA × 10A = 1. L is equal to 1/10 Henry. 1/10 Henry can be denoted as 10⁻⁻1 Henry. 10⁻⁻1 ഹെൻറിയെ വിളിക്കാൻ പറ്റിയ പേര് 1 മില്ലി ഹെൻറി വരത്തില്ല. അത് 10⁻1 മില്ലി ഹെൻറി എന്ന് വെച്ചാൽ 10⁻³ ഹെൻറിയാണ്. 10 മില്ലി ഹെൻറി എന്ന് വെച്ചാൽ 10 × 10⁻³ ഹെൻറി. ദാറ്റ് ഈസ് 10⁻² ഹെൻറി വരും. 100 മില്ലി ഹെൻറി എന്ന് വെച്ചാൽ 100 × 10⁻³ ഹെൻറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻1 ഹെൻറി. നമുക്ക് ഉത്തരം വേണ്ട ഉത്തരം 10⁻1 ഹെൻറി ഈക്വൽ ടു 100 മില്ലി ഹെൻറി. 100 മില്ലി ഹെൻറിയാണ് ആൻസർ വരുന്നത്. 100 മില്ലി ഹെൻറിയാണ് ആൻസർ. സോ ഇവിടെ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് തന്നിട്ടുണ്ട്, റെസൊണൻസ് ആണ്, കറണ്ട് മാക്സിമം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെസൊണൻസ് ആണ്, ആ സമയത്ത് ഇൻഡക്റ്റൻസ് ആണ്. ഒമേഗ അറിയാം, 1/√LC കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണമെന്ന് നമ്മൾ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാം. ഇനി മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, LC. ഞാൻ കോമൺ ആയിട്ട് ഒരു 3 സർക്യൂട്ട്, നമുക്ക് കോമൺ ആയിട്ടുള്ള 3 സർക്യൂട്ടുകളുണ്ട്. LR, CR, LC സർക്യൂട്ട്. അപ്പോൾ ഞാൻ LCR വെച്ച് ഈ 3 സർക്യൂട്ടും കൂടെ ഒരൊറ്റ ഡയഗ്രത്തെ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുക. സോ LCR യൂസ് ചെയ്ത് നിങ്ങൾ LR, CR, LC ഈ 3 സർക്യൂട്ടുകളും നമുക്ക് ഒരൊറ്റ ടേബിളിൽ നിന്ന് പഠിച്ചെടുക്കാം. ഒരൊറ്റ ടേബിളിൽ നിന്ന് 3 സർക്യൂട്ട് നമുക്ക് പഠിക്കാം. സോ ശ്രദ്ധിക്കുക. അപ്പോൾ LCRനകത്ത് അപ്പോൾ എല്ലാവരും നനിയോട് നോക്കി. LCR എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ 3 പേരെയും കൂടെ കോമ്പിനേഷൻ ആണ്. സോ LCRൻ്റെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് √VR² + VL - VC² ആണ്. ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇവിടുത്തെ ഇമ്പിഡൻസ് √R² + XL - XC² ആണ്. ഫേസ് ഡിഫറൻസ്, ഫേസ് കാണണമെങ്കിൽ tan phi കാണാൽ XL - XC/R ആണ്. ഇവിടുത്തെ പവർ ഫാക്ടർ cos phi R/Z ആണ്. ആവറേജ് പവർ VRMS IRMS cos phi ആണ്. ആവറേജ് പവർ VRMS IRMS cos phi ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ LR സർക്യൂട്ട് ആകുമ്പോഴുള്ള പ്രത്യേകത, LR ആകുമ്പോൾ വെച്ചാൽ ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രം വരുന്ന സർക്യൂട്ടുകളെയാണ് LR സർക്യൂട്ട്. ഇൻഡക്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും മാത്രം കോമ്പിനേഷനാണ് LR സർക്യൂട്ട്. മക്കളെ LR സർക്യൂട്ട് വരുമ്പോൾ ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ, കപ്പാസിറ്റർ ഇല്ല. അപ്പോൾ കപ്പാസിറ്റർ വേണ്ട. സോ കപ്പാസിറ്റർ നമുക്ക് വേണ്ട. സോ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് √VR² + VL² ആണ്. VR² ആണ്. ഇവിടെ ഇമ്പിഡൻസ്, നമ്മുടെ LCR ഇമ്പിഡൻസ് √R² + XL - XC² ആണ്. ഇവിടെ ഒരു ഇമ്പിഡൻസ് √R² + XL² ആണ്. ഫേസ് ഡിഫറൻസ് 5 ആണെങ്കിൽ tan phi എടുത്താൽ നമുക്ക് XL/R. ഇവിടെ XL - XC/R ആണ്. ഇവിടെ നമുക്ക് ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ, 3 പേരും ഇല്ല. ഇവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഉണ്ട്. പക്ഷേ ഇവിടെ 2 പേരേ ഉള്ളൂ, ഇൻഡക്ടർ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ കപ്പാസിറ്ററിൻ്റെ ടേം വേണ്ട. അപ്പം XL - XCക്ക് പകരം XL/R എന്ന് മാത്രം മതി tan phi. അതുപോലെ പവർ ഫാക്ടർ cos phi കാണാൻ R/Z, അതിനകത്തൊരു മാറ്റമില്ല, R/Z തന്നെ. ഇനി ആവറേജ് പവർ VRMS IRMS cos phi ആണ്. ആവറേജ് പവർ VRMS IRMS cos phi ആണ്. ഇനി അടുത്ത മക്കളെ CR സർക്യൂട്ട്. CR സർക്യൂട്ട് എന്ന് വെച്ചാൽ കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രം വരുന്ന സർക്യൂട്ടുകളെയാണ് CR സർക്യൂട്ട്. CR സർക്യൂട്ടിൽ നമുക്ക് ആരെയും ആവശ്യമില്ല, ഇൻഡക്ടർ വേണ്ട, ഇൻഡക്ടർ ഇല്ല. സോ CR സർക്യൂട്ടിലെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് √VR² + മുമ്പേ VL - VC² LCRൽ അതിൽ ഇൻഡക്ടറിനെ ഒഴിവാക്കിയാൽ മതി. VR² + VC² ആണ് നമ്മുടെ CR സർക്യൂട്ടിലെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ്. അതുപോലെ ഇമ്പിഡൻസ് Z എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ √R² + XL - XC² ആണ്. ഇവിടെ Z = √R² + XL² ആണ്. അതായത് ആര് മാത്രം വന്നപ്പോൾ L ഇൻഡക്ടറും റെസിസ്റ്ററും വന്നപ്പോൾ കപ്പാസിറ്ററിനെ ഒഴിവാക്കി. ഇവിടെ വരുമ്പോൾ ഇൻഡക്ടറിനെ ഒഴിവാക്കിയാൽ മതി, √R² + കപ്പാസിറ്റി ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ ഒഴിവാക്കുക, √R² + XL² വരും. ഓക്കെ, കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മുടെ ഫേസ് ഡിഫറൻസ് tan phi ആണെങ്കിൽ tan inverse XL/R tan phi = XL/R ആണ്. ഇവിടെ tan phi എന്ന് പറഞ്ഞാൽ XC/R ആണ്. അതുപോലെ പവർ ഫാക്ടർ cos phi എന്ന് പറഞ്ഞാൽ R/Z ആണ്. പവർ ഫാക്ടർ ഒരു മാറ്റമില്ല, R/Z. ആവറേജ് പവർ കാണാൻ VRMS IRMS cos phi, സെയിം പരിപാടി. VRMS IRMS cos phi ആണ് ആവറേജ് പവർ. ഇനി അടുത്ത മോനെ LC സർക്യൂട്ട്. LC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിനെ ഒഴിവാക്കുക, ആര് മാത്രമേ ഉള്ളൂ, ഇൻഡക്ടറും കപ്പാസിറ്ററും മാത്രം വരുന്ന കോമ്പിനേഷനുകളെയാണ് നമ്മൾ LC സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ LC ഓസിലേഷൻസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു, അതിൻ്റെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അതൊക്കെ സിലബസിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്, കുറേ ടോപ്പിക്ക് അകത്തുനിന്ന് ഒഴിവാക്കി പോയിട്ടുണ്ട്. സോ നമ്മളിനി പറയാൻ പോകുന്നതാണ് LC സർക്യൂട്ട്. മക്കളെ പറയാൻ പോകുന്നത് ഈ LC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറും ആരൊക്കെ മാത്രമേ ഉള്ളൂ, ഇൻഡക്ടറും അതേപോലെ ആര് മാത്രമേ ഉള്ളൂ, ഇവിടെ LC സർക്യൂട്ടിനകത്ത് വേറെ ആരുമില്ല, ഇൻഡക്ടറും കപ്പാസിറ്ററും മാത്രം വരുന്ന കോമ്പിനേഷനാണ് LC സർക്യൂട്ട്. ഒരു LC സർക്യൂട്ടിൻ്റെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് എന്ന് വെച്ചാൽ VL - VC ആണ്. അതായത് റെസിസ്റ്റർ വേണ്ട. അപ്പം √VL² - VC², അതായത് VL - VC ആണ് നമ്മുടെ
റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് എൽ സിക്കകത്തെ. ഇനി ഓർ തിരിച്ച് നമുക്ക് എഴുതാം വി എൽ മൈനസ് വി സി എന്ന് എഴുതാം. ഇനി വി സി ആണ് വലുതെങ്കിൽ വി സി മൈനസ് വി എൽ എന്ന് എഴുതാം. വി എൽ ആണ് വലുതെങ്കിൽ വി എൽ മൈനസ് വി സി, വി സി കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് വലുതെങ്കിൽ വി സി മൈനസ് വി എൽ. അതുപോലെ ഇമ്പിഡൻസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. റെസിസ്റ്റൻസ് നമുക്ക് വേണ്ട. ഇവിടെ വരുമ്പോൾ കപ്പാസിറ്റി, അതായത് നമുക്ക് ഇവിടുത്തെ ഇമ്പിഡൻസ് എക്സ് എൽ മൈനസ് എക്സ് സി ആണ് എൽ സി സർക്യൂട്ടിനകത്ത് വരുന്നത്. ഓർ തിരിച്ച് വേണമെങ്കിൽ എഴുതാം എക്സ് സി മൈനസ് എക്സ് എൽ. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കുക. π/2 ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ്. ആവറേജ് പവർ 0. അവിടുത്തെ ഫേസ് ഡിഫറൻസ് π/2 ഒക്കെ വരുന്നത് വലിയ സംഭവങ്ങളൊന്നും എൽ സി സർക്യൂട്ടിനകത്താകുമ്പോൾ, അങ്ങനെ ഒരു എൽ സി സർക്യൂട്ടിനകത്താകുമ്പം ആരേ ഉള്ളൂ, റെസിസ്റ്ററും നമ്മുടെ എൽ സി ആർ വരച്ചാൽ എങ്ങനെയാണ്, റെസിസ്റ്റർ വരച്ചാൽ ദിസ് ഈസ് വി ആർ. അവിടെ അതായത് നമ്മൾ ഒരു എൽ സി ആർ വരച്ചാൽ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ റെസിസ്റ്റർ വോൾട്ടേജ്, ഇതാണ് വി എൽ, ഇതാണ് വി സി അല്ലേ. അപ്പം ഈ റെസിസ്റ്റർ വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് ആണ്. ഇൻഡക്ടർ വോൾട്ടേജ് π/2 ലീഡ് ചെയ്യുന്നു, കപ്പാസിറ്റർ വോൾട്ടേജ് π/2 ലാഗ് ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനല്ലേ നമ്മുടെ എൽ സി ആറിന്, ഇതാണ് എൽ സി ആർ. പക്ഷേ എൽ സിയിലേക്ക് വരുമ്പം ആരെ വേണ്ട, റെസിസ്റ്റർ വേണ്ട, ഇവർ മാത്രമേ ഉള്ളൂ. ഇൻഡക്ടർ വോൾട്ടേജ്, കപ്പാസിറ്റർ വോൾട്ടേജ്, കറണ്ട് ഇപ്പം ഒരേ ലൈനിലാണ്. മാറ്റി വരച്ചാൽ വി എൽ മൈനസ് വി സി, ശ്രദ്ധിക്കുക ഒരേ ലൈനിലാണ് വി എൽ മൈനസ് വി സി, ഇതാണ് കറണ്ട് ഐ. സോ ഇവിടുത്തെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് കാണാൻ വി എൽ മൈനസ് വി സി എടുത്താൽ മതി. ഓർ തിരിച്ച് വി സി ആണ് വലുതെങ്കിൽ, മക്കളെ വി സി ആണ് വലുതെങ്കിൽ വി എൽ മൈനസ് വി സിക്ക് വരാൻ വി സി മൈനസ് വി എൽ എടുക്കുക. അതേപോലെ ഇമ്പിഡൻസ് എക്സ് എൽ മൈനസ് എക്സ് സി ഓർ എക്സ് സി മൈനസ് എക്സ് എൽ, എക്സ് സി ആണ് വലുതെങ്കിൽ. ഇനി അതുപോലെ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ്, റിസൾട്ടൻ്റ് വോൾട്ടേജും കറണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫേസ് എന്ന് പറഞ്ഞാൽ. സോ ഫേസ് ഡിഫറൻസ്. സോ ഇവിടുത്തെ റിസൾട്ടൻ്റ് പീക്ക് വോൾട്ടേജ് ഇതാണ്, ഇവിടുത്തെ കറണ്ട് ഇതാണ്. സോ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ മക്കളെ നോക്കി എത്ര ഡിഗ്രിയാണ്, 90 ആണ്. ഫേസ് ഡിഫറൻസ് 90 ആണ്. അപ്പോൾ മക്കളെ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് 90 ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് 90 ആയതുകൊണ്ട് തന്നെ കോസ് ഫൈ മക്കളെ 0 ആണ്. ഫേസ് ഡിഫറൻസ് 90 ആണ്, അതുകൊണ്ട് തന്നെ കോസ് ഫൈ എത്ര ആയിരിക്കും, പവർ ഫാക്ടർ സംശയം വേണ്ട 0 ആണ്. പവർ ഫാക്ടർ 0 ആയാൽ, പവർ ഫാക്ടർ 0 ആയിക്കഴിഞ്ഞാൽ ആവറേജ് പവറിൽ ഒരു ഡൗട്ടും വേണ്ട. പവർ ഫാക്ടർ 0 ആയാൽ ആവറേജ് പവർ മക്കളെ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. സോ അപ്പോൾ ഈ ഒരു ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ സി ആർ, എൽ ആർ, സി ആർ, എൽ സി, ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഒറ്റ അടി പഠിക്കാം. ഒരൊറ്റ ടേബിളിൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ചുമ്മാതെ പഠിച്ചു പോകാം, ഒരു പാടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്, ഡയറക്റ്റാണ്. എൽ ആർ, സി ആർ, എൽ സി. ഓക്കെ, എൽ ആറിനകത്ത് ഇൻഡക്ടർ റെസിസ്റ്റർ, ഇത് കപ്പാസിറ്റർ റെസിസ്റ്റർ, ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും. സോ ഇതാണ് നമ്മുടെ 3 സർക്യൂട്ട് കോമ്പിനേഷൻസ്. എൽ സി ആറിൽ നിന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാം, പ്രത്യേക ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ലോഡ് വരത്തില്ല. ഓക്കെ, സോ മക്കളെ നമുക്ക് എൽ ആർ, സി ആർ, എൽ സി സർക്യൂട്ട്സ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. സോ ശ്രദ്ധിക്കുക. An AC voltage applied to an R applied to a resistance R and inductor L in series. അപ്പോൾ റെസിസ്റ്റൻസ് R, ഇൻഡക്ടർ L. അപ്പം ദിസ് എ കേസ് ഓഫ് ആർ എൽ സർക്യൂട്ട്. ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ആർ തന്നെ, ആർ എൽ സർക്യൂട്ട്. ഇപ്പോൾ എ സി വോൾട്ടേജ് ഒരു ആർ എൽ സർക്യൂട്ട് കൊടുക്കും. ആർ എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ആർ തന്നെ. ഓക്കെ, ഇഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആർ, റെസിസ്റ്റൻസ് R 3 ohm ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എല്ലും 3 ohm. ഇൻഡക്ടൻസ് എന്നല്ല, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ആണ് 3 ohm. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്ലൈഡ് വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കാണണം. മക്കളെ ഫേസ് ഡിഫറൻസ് കാണാൻ ഞാൻ നിങ്ങളുടെ പറഞ്ഞു തന്നായിരുന്നു ഓൾറെഡി. ആരെ കണ്ടുപിടിച്ചാൽ മതി, ടാൻ ഫൈ കണ്ടുപിടിച്ചാൽ മതി. എല്ലാ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് എൽ ബൈ ആർ ആണ്. എല്ലാ സർക്യൂട്ടിലെ ടാൻ ഫൈ നമ്മൾ പറഞ്ഞാൽ എക്സ് എൽ ബൈ ആർ ആണ്. ആർ സി ഇനി സി ആർ സർക്യൂട്ട് ആണെങ്കിൽ എക്സ് സി ബൈ ആർ ആണ്. ഓക്കെ, എൽ സി ആർ ആകുമ്പോൾ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ ആണ്. ഓക്കെ, ഇനി എൽ സി സർക്യൂട്ട് ആണ് എങ്കിൽ ഫേസ് ഡിഫറൻസ് π/2 ആണ്, മറക്കരുത്. എക്സ് എൽ ബൈ ആർ, എക്സ് എല്ലും എക്സ് സി രണ്ടും 3 വെച്ചല്ലേടാ, 3/3 ടാൻ ഫൈ. മോനെ 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ ഫൈ മക്കളെ 1 ആണ്. ടാൻ ഫൈ 1 ആണെന്ന് വെച്ചാൽ ടാൻ ഫൈയുടെ വാല്യൂ 41 വരുന്നത് 45 ഡിഗ്രിയിലാണ്. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 റേഡിയൻ ആണ്. π/4 ആണ് ആൻസർ വരുന്നത്. ആൻസർ ഈസ് π/4 റേഡിയൻ. π/4 റേഡിയൻ ആണ് നമ്മുടെ ഫേസ് ഡിഫറൻസ് 5. വളരെ സിമ്പിളാണ്. ആർ എൽ സർക്യൂട്ടാണ്. ഫേസ് ഡിഫറൻസ് കാണാം. ഫേസ് ഡിഫറൻസ് കാണാൻ ടാൻ ഫൈ എടുത്താൽ മതി, എക്സ് എൽ ബൈ ആർ. ടാൻ ഫൈ 3/3, ടാൻ ഫൈ ഈക്വൽ ടു 1, 5 ടാൻ വേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, 45 ഡിഗ്രി അഥവാ π/4 റേഡിയൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ആൻ എൽ സി ആർ സർക്യൂട്ട് കണക്റ്റഡ് ടു എ വോൾട്ടേജ് സോഴ്സ്. ഒരു എൽ സി ആർ സർക്യൂട്ട് അതിനെ ഒരു വോൾട്ടേജ് സോഴ്സായിട്ട് കണക്ട് ചെയ്യുന്നു. വെൻ എൽ ഈസ് റിമൂവ്ഡ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ് π/3. ശ്രദ്ധിക്കുക, വെൻ എൽ ഈസ് റിമൂവ്ഡ്, എൽ റിമൂവ് ചെയ്താൽ അത് ഏത് സർക്യൂട്ടായി, സി ആർ സർക്യൂട്ടായി. മക്കളെ ഒരു എൽ സി ആർ സർക്യൂട്ട് അതിൽ നിന്ന് എൽ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡക്ടറിനെ റിമൂവ് ചെയ്തു. മക്കളെ ഇൻഡക്ടറിനെ റിമൂവ് ചെയ്താൽ ഒരു എൽ സി ആർ സർക്യൂട്ടിൽ നിന്ന്
ഇൻഡക്ടറിനെ റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം അത് ഏത് സർക്യൂട്ടായി മാറും. ഇൻഡക്ടറിനെ റിമൂവ് ചെയ്താൽ അത് ഏത് സർക്യൂട്ടാവും? സംശയം വേണ്ട, ഇൻഡക്ടറിനെ റിമൂവ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് എ CR സർക്യൂട്ട്. ഒരു CR സർക്യൂട്ടായി മാറും. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. L റിമൂവ് ചെയ്തു, അതൊരു CR സർക്യൂട്ടായി. ഓക്കെ, അപ്പോൾ ആദ്യം CR സർക്യൂട്ടാണ്. അപ്പോൾ ആദ്യം അത് CR സർക്യൂട്ടാണ്. CR സർക്യൂട്ടാണ്. അപ്പോഴത്തെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജ് നമ്മളെ ഫേസ് ഡിഫറൻസ് മക്കളെ π/3 ആണ്. അതായത് CR സർക്യൂട്ട് ആയപ്പോൾ അവിടുത്തെ ഫേസ് ഡിഫറൻസ് π/3. CR സർക്യൂട്ടിലെ ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? tan phi. വാട്ട് ഈസ് ഇക്വേഷൻ? tan phi ഈസ് ഈക്വൽ ടു അല്ല CR ആകുമ്പോൾ എന്തുവാ? XC/R. CR സർക്യൂട്ട് അല്ലേ ഫേസ് ഡിഫറൻസ് XC/R. tan phi എന്ന് പറഞ്ഞാൽ tan π/3. ഫേസ് ഡിഫറൻസ് π/3 ആണ്, അത് XC/R ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഇൻസ്റ്റഡ് C ഈസ് റിമൂവ്ഡ്. ഇപ്പോൾ ഇൻഡക്ടർ റിമൂവ് ചെയ്യുന്നതിന് പകരം ഇനി ആരെ മാറ്റുക? കപ്പാസിറ്ററെ മാറ്റുവാണ് മക്കളെ. ഇൻഡക്ടർ റിമൂവ് ചെയ്യുന്നതിന് പകരം ആരെ മാറ്റുക? കപ്പാസിറ്ററെ മാറ്റുവാണ്. അപ്പം ഫേസ് ഡിഫറൻസ് അപ്പോഴും ഫേസ് ഡിഫറൻസ് π/3 തന്നെ. വോൾട്ടേജും കറണ്ട് നമ്മളുടെ ഫേസ് ഡിഫറൻസ് π/3 തന്നെ. അപ്പം കപ്പാസിറ്ററെ മാറ്റിയാൽ ദാറ്റ് ബിക്കംസ് ഏത് സർക്യൂട്ട്? LR സർക്യൂട്ട്. എടാ കപ്പാസിറ്ററെ മാറ്റിയാൽ അത് ഏത് സർക്യൂട്ടാണ്? LR സർക്യൂട്ടാണ്. എടാ പിള്ളേരെ LR സർക്യൂട്ട് ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് tan phi ഈസ് ഈക്വൽ ടു XL/R ആണ്. XC/R അല്ല, പകരം XL/R ആണ്. XL/R ആണ്. XL/R എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേസ് ഡിഫറൻസിന് ഒരു വ്യത്യാസമില്ല, π/3 തന്നെ. tan π/3 ആണ് XL/R. XL/R. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ആദ്യത്തെ tan π/3 XC/R, അടുത്ത tan π/3 XL/R. സോ രണ്ട് ഇക്വേഷൻ നോക്കി. ഒന്നാമത്തെ ഇക്വേഷനും മക്കളെ രണ്ടാമത്തെ ഇക്വേഷനും തുല്യമാണ് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കുന്നത് പവർ ഫാക്ടറാണ്. ഈ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറാണ് വേണ്ടത്. അപ്പോൾ നോക്കി, CR സർക്യൂട്ട് ആദ്യം ഇൻഡക്ടറിനെ നമ്മൾ മാറ്റി. അപ്പം CR സർക്യൂട്ടാണ് XC/R, tan π/3 XC/R. ഇനി അടുത്ത കപ്പാസിറ്ററിനെ മാറ്റി, അപ്പോൾ അത് LR സർക്യൂട്ടാവും, tan phi XL/R, tan π/3 XL/R. അപ്പോൾ നോക്കി രണ്ടിലും tan π/3. അപ്പോൾ 1 = 2. 1 = 3 ആകുമ്പം XC/R ഈക്വൽ ടു XL/R. tan π/3 R വെട്ടിപ്പോയി മക്കളെ. XC ഈസ് ഈക്വൽ ടു XL. XCയും XLും തുല്യമായി. XC XLും തുല്യമാവുകയെന്ന് വെച്ചാൽ ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്. ഇത് റെസൊണൻസിൻ്റെ കണ്ടീഷനാണ്. യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഫാക്ടർ. മക്കളെ സർക്യൂട്ടിലെ പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ സർക്യൂട്ടിലെ പവർ ഫാക്ടർ കാണണം. പവർ ഫാക്ടർ മോനെ cos phi ആണ്. cos phi എന്ന് പറഞ്ഞാൽ R/Z ആണ്. R/Z എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റെസൊണൻസ് നടക്കുമ്പോൾ റെസൊണൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെസൊണൻസിലെ Z എന്ന് പറഞ്ഞാൽ മോനെ R തന്നെ. Z എന്ന് പറഞ്ഞാൽ R തന്നെ. സോ അപ്പോൾ cos phi ഈസ് ഈക്വൽ ടു ആര് വരും? R/R. മക്കളെ R/R എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ പവർ ഫാക്ടർ cos phi എന്ന് പറഞ്ഞാൽ 1 വരും. സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ്. 2 വർഷങ്ങളിൽ ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 2020, 2012 2 വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. 2 വർഷങ്ങളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. 1 വർഷമല്ല, 2 വർഷം. മനസ്സിലായോ? കപ്പാസിറ്റർ ആദ്യം നമ്മൾ ഇൻഡക്ടറിനെ മാറ്റുക, അപ്പോൾ CR സർക്യൂട്ട് ആവും, tan π/3 XC/R. ഇനി നമ്മൾ ആരെ മാറ്റുക? കപ്പാസിറ്ററിനെ മാറ്റുക, അപ്പോൾ അത് LR സർക്യൂട്ട് ആവും, tan phi XL/R, tan π/3 XL/R. രണ്ടിടത്തും tan phi ആണ്. സോ XC/R ഈസ് ഈക്വൽ ടു XL/R. XC ഈസ് ഈക്വൽ ടു XL. റെസൊണൻസ് ആണ്. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ മോനെ R/Z ആണ്. Z ഇവിടെ നമുക്ക് റെസൊണൻസ് ആയതുകൊണ്ട് തന്നെ Z ഈക്വൽ ടു R കൊടുത്താൽ R/R cos phi 1 ആണ്. സോ ആൻസർ cos phi 1 ആയതെന്ന് വെച്ചാൽ പവർ ഫാക്ടർ 1 ആണ്. സോ വി ആർ മൂവിങ് ടു അവർ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 PYQ ആണ്. സോ മക്കളെ 2019 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എടാ ക്വസ്റ്റ്യൻ പറയുന്നത് എ സർക്യൂട്ട് കണക്റ്റഡ് ടു AC സോഴ്സ് 12 AC സോഴ്സ് ഓഫ് 12 വോൾട്ട് ഗീവ്സ് എ കറണ്ട് 0.2 ആംപിയർ. അതായത് ഒരു സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 0.2 ആംപിയർ കറണ്ട് തന്നു. വെൻ സെയിം സർക്യൂട്ടിനെ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്തു? ഒരു DC സോഴ്സുമായിട്ട്. അതായത് 12 വോൾട്ടുള്ള DC സോഴ്സ്, ഒരു സർക്യൂട്ടിനെ 12 വോൾട്ടുള്ള AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ 0.2 ആംപിയർ കറണ്ട് തന്നു. ഇനി അതേ സർക്യൂട്ടിനെ 12 വോൾട്ടുള്ള DC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ 0.4 ആംപിയർ കറണ്ട് തന്നു. എങ്കിൽ ആ സർക്യൂട്ട് ആയിരിക്കണം. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു സർക്യൂട്ടിനെ നിങ്ങൾ 12 വോൾട്ടുള്ള AC-യുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ 0.2 ആംപിയർ കറണ്ട് തന്നു. ഇനി അതേ സർക്യൂട്ടിനെ ഒരു 12 വോൾട്ടുള്ള DC-യുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ 0.4 ആംപിയർ തന്നു. എങ്കിൽ ഈ സർക്യൂട്ട് ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ സർക്യൂട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് വരും. വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഇവിടെ DC കണക്ട് ചെയ്തപ്പോൾ 0.4 ആംപിയർ കറണ്ട് കിട്ടി. അതാണ് അവിടുത്തെ പോയിന്റ്. DC കണക്ട് ചെയ്തപ്പോൾ ആ സർക്യൂട്ടിലേക്ക് DC കണക്ട് ചെയ്തപ്പോൾ കറണ്ട് എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്തു.
നമുക്കറിയാം കപ്പാസിറ്റർ ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ കപ്പാസിറ്റേഴ്സ് ബ്ലോക്സ് ഡി സി. കാരണം കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കപ്പാസിറ്ററിൽ ഇപ്പം ഡി സി കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കടത്തി വിടത്തില്ല. കാരണം ഇൻഫൈനൈറ്റ് ആര് വരും? കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരും. എക്സ് ഈസികളുടെ ഇൻഫിനിറ്റി ആവും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ആരെ ബ്ലോക്ക് ചെയ്യും? ഡി സിയെ ബ്ലോക്ക് ചെയ്യും. സോ അപ്പോൾ കപ്പാസിറ്റർ വരുന്ന സർക്യൂട്ട് കൂടെ ഡി സി കടന്നു പോകത്തില്ല. എൽ സി ആർ കപ്പാസിറ്റർ ഉണ്ട്, ആർ സി റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഉണ്ട്, എൽ സി ഇൻഡക്ടറും കപ്പാസിറ്റർ ഉണ്ട്. സോ കപ്പാസിറ്റർ ഇല്ലാത്ത സർക്യൂട്ട് ആര് മാത്രമേ ഉള്ളൂ? എല്ലാവരും മാത്രമേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും ഇവിടെ എ സിയും കടത്തി വിടുന്നുണ്ട്, ഡി സിയും കടത്തി വിടുന്നുണ്ട്. ഉറപ്പായിട്ടും ആ സർക്യൂട്ട് ഏതായിരിക്കണം? കപ്പാസിറ്റർ ഇല്ലാത്ത സർക്യൂട്ട് ആയിരിക്കണം. ദാറ്റ് ഈസ് LR സർക്യൂട്ട്. LR കോമ്പിനേഷൻ ആയിരിക്കും ഇതിനകത്തെ സർക്യൂട്ടിലെ ഈ കോമ്പിനേഷൻ. മനസ്സിലായോ? കാരണം എ സി ആയാലും ഡി സിയെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. കാരണം കപ്പാസിറ്റർ ഡി സി വരുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് മക്കളെ ഇൻഫൈനൈറ്റ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡി സിയെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. സോ പോസിബിൾ ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? കപ്പാസിറ്റർ വരാത്ത കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് LR സർക്യൂട്ട്. മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് L ഈസ് കണക്റ്റഡ് വിത്ത് എ ബൾബ് ആൻഡ് എ സി സോഴ്സ്. ബ്രൈറ്റ്നസ് ഓഫ് ബൾബ് ഡിക്രീസസ് വെൻ. അപ്പോൾ നമ്മൾ ഒരു കോയിലിനെ എന്ത് ചെയ്യുന്നു? ഒരു ബൾബുമായിട്ട് കണക്ട്, ഒരു കോയില് പിന്നെ മക്കളെ ഒരു ബൾബ്, ഇതിനെ ആരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു? ഒരു എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദിസ് ഇസ് ആക്ച്വലി ബൾബ് എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ദിസ് ഈസ് ആൾസോ സിമിലർ ടു ആൻ LR സർക്യൂട്ട്. ഇതൊരു LR സർക്യൂട്ട് തന്നെ. ഒരു കോയിലിനെ നമ്മളൊരു ബൾബുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ ദിസ് ആൻ LR സർക്യൂട്ട്. LR സർക്യൂട്ട് തന്നെയാണിത്. കാരണം ബൾബിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എങ്കിൽ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ, മനസ്സിലാക്കുക. ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ബൾബിൻ്റെ പവർ കുറയണം. പവർ കുറയണമെങ്കിൽ കറണ്ട് കുറയണം. പവർ P=I²R ആണ്. അപ്പോൾ കറണ്ട് എപ്പോഴാണോ കുറയുന്നത് അപ്പോഴായിരിക്കും ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നത്. കാരണം കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറയും. ബൾബിൻ്റെ അതായത് പവർ കുറയും. പവർ കുറയുകയാണെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് കുറയും. സോ അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്താ? കോയിൽ റെഡ്യൂസ് ചെയ്യുന്നു. നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇവിടെ എന്ത് ചെയ്യും? കറണ്ട് കുറയോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടേൺസ് കറണ്ട് ജനറലി ഇപ്പോൾ ഒരു ഇൻഡക്ടർ വരുന്ന സർക്യൂട്ട് ആണെങ്കിൽ, ബേസിക്കലി പറഞ്ഞാൽ ഒരു ഇൻഡക്ടറുള്ള സർക്യൂട്ട് ആണ് എങ്കിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് കാണാൻ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ നമുക്കിപ്പോൾ കറണ്ട് കാണാൻ എന്ത് ചെയ്താൽ പെട്ടെന്ന് VM/, കറണ്ട് കാണാൻ VM/XL അല്ലേ? ഇപ്പം VM/L ഒമേഗ മാത്രമേ എടുക്കുള്ളൂ. ഞാൻ റെസ്റ്റോറോ വേറെ ആരും കണക്ട് ചെയ്യുന്നില്ല. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടാണെന്ന് വരുന്നു. ഇപ്പം VM/L മോനെ നമ്പർ ഓഫ് ടേൺസ് റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്പർ ഓഫ് ടേൺസ് റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡക്ടൻസ് L എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, കോയിലെ μ0n²A/L അല്ലേടെ. അപ്പം നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോൾ L കുറയുക. നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോൾ L കുറയുക. നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോൾ L കുറയുക. ഇൻഡക്ടൻസ് കുറയുക. ഇൻഡക്ടൻസ് കുറഞ്ഞാൽ ഒബ്വിയസ്ലി കറണ്ട് കൂടുക. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ പവർ കൂടുകയാണ്. നല്ലതായിട്ട് ബ്രൈറ്റ്നസ് കൂടണം. കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോൾ കറണ്ട് കാണാൻ VM/XL. ഇപ്പോൾ ഒരു ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിൽ VM/XL. ഇതൊരു ഇൻഡക്ടർ സർക്യൂട്ട് അല്ലേ? ഇപ്പം ഞാൻ വേറെ LR സർക്യൂട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്. ഇപ്പോൾ XL VM/L. ഇപ്പോൾ L എന്ന് പറഞ്ഞാൽ μ0n²A/L. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലൊക്കെ പഠിക്കുക. സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതേപോലെ ഏതാ മൂവിങ് ചാർജസ്, അതേപോലെ ഇൻഡക്ഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. μ0n²A/L ആണ്. അപ്പം നമ്പർ ഓഫ് ടേൺസ് കുറയുന്നു, L കുറയുന്നു, I കൂടുന്നു. L കുറയുമ്പോൾ മക്കളെ I കൂടുമ്പോൾ പവർ കൂടും, ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. കപ്പാസിറ്റൻസ് XL = XC ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ XL-ഉം XC-യുടെ വാല്യൂ സെയിം ആവുന്നു. XC/XL-ഉം സെയിം ആവുമെന്ന് പറഞ്ഞാൽ ദിസ് എ കണ്ടീഷൻ ഓഫ് റെസൊണൻസ് കണ്ടീഷനാണ്. ഇംപെഡൻസ് മിനിമം ആണ്, കറണ്ട് മാക്സിമം ആണ്. സോ മാക്സിമം കറണ്ട് വന്നാൽ പവർ മാക്സിമം ആണ്. ബൾബ് നന്നായിട്ട് കത്തണം. അതുമല്ല an iron rod is inserted in the coil. മക്കളെ ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താവും? ഇൻഡക്ടൻസ് കൂടും. അയൺ റോഡ് കേൾക്കുമ്പോൾ തന്നെ μ0 വരാം μ മീഡിയം വരത്തില്ലേ? μ മീഡിയം × n²A/L ആവും. μ0 വരാം μ മീഡിയം ആവും, അതായത് പെർമിയബിലിറ്റി ഓഫ് മീഡിയം ആവും. സോ അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേന് L കൂടും. L കൂടുമ്പോഴത്തേന് എന്ത് ചെയ്യും? I കുറയും. I കുറയുമ്പോഴത്തേന് L കൂടുമ്പോഴത്തേന് I കുറയും. I കുറയുമെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് കുറയും, ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യും. സോ സംശയം വേണ്ട, ആൻസർ ഈസ് ഓപ്ഷൻ C. മൂന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ വരുന്നത്. കാരണം
അയൺ റോഡ് നമ്മൾ ഇൻസർട്ട് ചെയ്യുമ്പോൾ എല്ല് കൂടും, ഐ കുറയും, ബ്രൈറ്റ്നസ് കുറയും. ഫ്രീക്വൻസി ഓഫ് എ സി സോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ഫ്രീക്വൻസി കുറയുമ്പം ഒമേഗ കുറയും. ഒമേഗ കുറഞ്ഞാൽ കറണ്ട് കൂടും, ബ്രൈറ്റ്നസ് കൂടത്തേ ഉള്ളൂ. സോ എല്ലാം നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 2006 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ XL. മക്കളെ XL 31 ഓം, റെസിസ്റ്റൻസ് 8 ഓം. Placed in series with a condenser of capacitive reactance. Condenser means capacitor of capacitive reactance 25 ohm. XC 25 ohm. അതായത് ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ആയിട്ട് സീരീസ് ആയിട്ട് വെക്കുന്നു. ഈ കോമ്പിനേഷനെ ഒരു AC സോഴ്സ് 110 വോൾട്ടുള്ള AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. പവർ ഫാക്ടർ കാണുക. മക്കളെ അതൊരു LCR സർക്യൂട്ട് അല്ലേ? പവർ ഫാക്ടർ കാണണമെങ്കിൽ എന്തോ ഇക്വേഷൻ R/Z. Z കിട്ടിയാൽ പരിപാടി വരും. Z കാണണമെങ്കിൽ എന്താ? റൂട്ട് ഓഫ് R square plus XL minus XC the whole square. Z equal root of R 8 square plus XL 31 minus 25 the whole square. Z equal to root 8 square plus R square. അതായത് റൂട്ട് 100. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ Z മക്കളെ 10. Z മക്കളെ 10 ഓം വരും. Z 10 ഓം വന്നാൽ R എത്ര? 8. Z 10. 8/10 0.8 എന്ന് വരും. സോ പവർ ഫാക്ടർ 0.8. പവർ ഫാക്ടർ 0.8 എന്ന് വരും. പവർ ഫാക്ടറിന് യൂണിറ്റ് ഒന്നുമില്ല കേട്ടോ. പവർ ഫാക്ടർ cos phi R/Z ആണ്. മക്കളെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi ആണ്. ദാറ്റ് ഈസ് R/Z. പവർ ഫാക്ടർ നമ്മൾ എഴുതിയേക്കാം. cos phi which is equal to R/Z ആണ്. R തന്നിട്ടുണ്ട്, Z നമ്മൾ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ R/Z ചെയ്യുമ്പോൾ 0.8 എന്ന് വരും. മക്കളെ ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വോൾട്ടേജുകളെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ വോൾട്ടേജുകളെ ഡിക്രീസ് ചെയ്യാനായിട്ടോ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസ്ഫോമർ. അതായത് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ്. വോൾട്ടേജ് കൂട്ടാനോ അല്ലെങ്കിൽ വോൾട്ടേജിനെ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മക്കളെ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ മക്കളെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് ഉള്ളത്. നമ്മൾ ഒരു 10ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സാധനമാണ്. ഒന്നാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, മറ്റൊന്നാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ഇതിനെല്ലാം ഒരു പ്രൈമറിയും കാണും സെക്കൻഡറിയും കാണും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയാണ്. വോൾട്ടേജ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമുക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടണം, നമുക്ക് ഔട്ട്പുട്ട് വാല്യൂ അതായത് സെക്കൻഡറി വോൾട്ടേജ് കൂടുതൽ കിട്ടണം, ഔട്ട്പുട്ട് കൂടുതൽ കിട്ടണം. സോ വോൾട്ടേജ് കൂട്ടാനാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ട് അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. പ്രൈമറി ഉള്ള ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ സെക്കൻഡറിയിലായിരിക്കും ചുറ്റുകളുടെ എണ്ണം. അതുകൊണ്ട് തന്നെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവല്ലേ? പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവായിട്ട് നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറവാണ്, സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ സെക്കൻഡറിയിലായിരിക്കും വോൾട്ടേജ് കൂടുതൽ, പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും. പ്രൈമറിയേക്കാൾ കൂടുതൽ വോൾട്ടേജ് സെക്കൻഡറിയിലായിരിക്കും ഉണ്ടാകുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷനൊക്കെ വഴി സെക്കൻഡറിയിലായിരിക്കും നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നത്, പ്രൈമറിയിലെ വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോഴും ഓർക്കാൻ കണ്ടോ, ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നുണ്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈമറിയിൽ നമ്മൾ തിക്ക് വയേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ പ്രൈമറി കുറച്ച് ചുറ്റുകളുടെ എണ്ണമേ ഉള്ളൂ. സോ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് ആയിരിക്കും. സെയിം ടൈം സെക്കൻഡറിയിൽ ഒരുപാട് ചുറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ തിൻ വയേഴ്സ് ആയിരിക്കും. പ്രൈമറിയിൽ തിക്ക് വയേഴ്സ്, സെക്കൻഡറിയിൽ മക്കളെ തിൻ വയേഴ്സ്. ഇനി എങ്ങനെ ആയാലും ഇപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയാണ്. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയാലും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെയും നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലെയും കൂടെ റേഷ്യോ വിച്ച് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് ബൈ സെക്കൻഡറി വോൾട്ടേജ്. NP/NS ഇസ് ഈക്വൽ ടു VP/VS. ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. മക്കളെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലായിരിക്കും ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ്. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം അതായത് പ്രൈമറിയിൽ ടേണുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത് തിൻ വയേഴ്സ് ആയിരിക്കും. പക്ഷേ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്ന തിക്ക് വയറിനെ ആയിരിക്കും സെക്കൻഡറി യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രൈമറിയേക്കാൾ കൂടുതൽ സെക്കൻഡറിയേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. സെക്കൻഡറി വോൾട്ടേജ് കുറയ്ക്കണം, അതായത് വോൾട്ടേജ് സെക്കൻഡറി കുറവാണ്.
ഇവിടെയും ഇക്വേഷൻ എൻ പി ബൈ എൻ എസ് ഇസിക്കൽ ടു വി പി ബൈ വി എസ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയാലോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയാലോ എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു വി പി ബൈ വി എസ് ആണ്, മറക്കരുത്. ഇനി ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി, മക്കളെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വി എസ്, ഔട്ട്പുട്ട് കറണ്ട് ഐ എസ്, ഇൻപുട്ട് വോൾട്ടേജ് വി പി, ഇൻപുട്ട് കറണ്ട് ഐ പി ഇൻറ്റു 100 ആണ്. സോ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ഔട്ട്പുട്ട് പവർ പറഞ്ഞാൽ വി എസ് ഐ എസ്, ഇൻപുട്ട് പവർ വി പി ഐ പി ഇൻറ്റു 100 ആണ്. ഇനി മനസ്സിലാക്കുക, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറാണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി 100% ട്രാൻസ്ഫോമറുകളെയാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. 100% എഫിഷ്യൻസി തരുന്ന ട്രാൻസ്ഫോമറുകളാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഈറ്റ വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. ഇതിന് ഈ ഈറ്റ എത്ര കൊടുക്കും? 100 കൊടുത്താൽ 100 ഈക്വൽ വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. 100 വെട്ടിപ്പോയി. വി പി ഐ പി സമം വി എസ് ഐ എസ്. വി എസിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. ഇപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആയാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഈ വി പി ബൈ വി എസ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എൻ പി ബൈ എൻ എസ് തന്നെയല്ലേ? വി പി ബൈ വി എസ് എന്ന് പറഞ്ഞാൽ ആരാ? എൻ പി ബൈ എൻ എസ് അല്ലേ? സോ നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റൂ. എൻ പി ബൈ എൻ എസ് ഇസിക്കൽ ടു വി പി ബൈ വി എസ് ഇസിക്കൽ ടു ഐ എസ് ബൈ ഐ പി. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ കൂടുതൽ നമ്മൾ ഈ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കാറുണ്ട്. അപ്പം അത് ആലോചിക്കുക, ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഐഡിയൽ ട്രാൻസ്ഫോമറിൽ മാത്രമാണ്. 10ലൊക്കെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാറുള്ളത് ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്നതെല്ലാം ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇവിടെ പക്ഷേ നമുക്ക് ഐഡിയൽ തരണമെന്നൊന്നുമില്ല, ഐഡിയൽ തന്നെ ആവണമെന്നില്ല. അപ്പം മറക്കരുത്, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ എഫിഷ്യൻസി 100%. അവിടെ മാത്രമേ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ? ഈ ഇക്വേഷൻ, അതായത് എൻ പി ബൈ എൻ എസ് ഇക്വൽ ടു വി എസ് ബൈ വി പി ഇക്വൽ ടു ഐ എസ് ബൈ ഐ പി. അപ്പോൾ മക്കളെ നോക്കിയാൽ ഐഡിയൽ ട്രാൻസ്ഫോമറായ എഫിഷ്യൻസി 100%. ഈറ്റ വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. 100 സമം വി എസ് ഐ എസ് ബൈ വി പി ഐ പി ഇൻറ്റു 100. 100 വെട്ടിപ്പോയി. വി പി ഐ പി സമം വി എസ് ഐ എസ്. വി പി ബൈ വി എസ് ഇക്വൽ ടു ഐ എസ് ബൈ ഐ പി. ജനറലി എഴുതിയാൽ എൻ പി ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു ഐ വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ തിയറി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള PYQs എല്ലാം തന്നെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, സോ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ട്രാൻസ്ഫോമർ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. 2024, അതായത് ഈ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഐഡിയൽ ട്രാൻസ്ഫോമർ എൻ പി ബൈ എൻ എസ് 1/2 ആണ്. വർഷങ്ങൾ കഴിയുന്നതോറും ക്വസ്റ്റ്യൻ്റെ ലെവൽ പോലും താഴ്ന്നു വരുന്നത്. എൻ പി ബൈ എൻ എസ് 1/2 ആണ് എങ്കിൽ വി എസ് ബൈ വി പി റേഷ്യോ ആണ് വേണ്ടത്. എൻ പി ബൈ എൻ എസ് മക്കളെ 1/2 ആണ് എങ്കിൽ വി എസ് ബൈ വി പി റേഷ്യോ, വി പി ബൈ വി എസ് അല്ല, വി എസ് ബൈ വി പി. നമുക്ക് എൻ പി ബൈ എൻ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി പി ബൈ വി എസ് ആണ് അല്ലേടേ. അപ്പം എൻ പി ബൈ എൻ എസ് എത്ര? 1/2 ആണ്. സോ വി പി ബൈ വി എസും 1/2. പക്ഷെ ചോദിച്ചേക്കുന്നത് വി എസ് ബൈ വി പി ആണ്. വി എസ് ബൈ വി പി 2/1 ആണ്. സോ ആൻസർ ഈസ് 2:1 ആണ് ആൻസർ. 2:1 ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത 2023 ചോദിച്ച ക്വസ്റ്റ്യൻ, 12 വോൾട്ട് 12 വോൾട്ട് 60 വാട്ട് ലാമ്പ് കണക്റ്റഡ് ടു ദ സെക്കൻഡറി ഓഫ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹൂസ് പ്രൈമറി ഓഫ് AC മെയിൻസ് 220 വോൾട്ട്. അസ്യൂമിങ് ട്രാൻസ്ഫോമർ ഈസ് ഐഡിയൽ, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി വൈൻഡിങ്? ശ്രദ്ധിച്ചേക്കാം, നല്ല ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 12 വോൾട്ട് 60 വാട്ട് ലാമ്പ് കണക്റ്റഡ് ടു സെക്കൻഡറി ഓഫ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന 60 വാട്ട് ലാമ്പ്. 60 വാട്ട് ലാമ്പാണ് സെക്കൻഡറിയിൽ കണക്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡറി കണക്ട് ആയിരിക്കുന്ന 60 വാട്ട് ലാമ്പാന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പവറാണ്. സെക്കൻഡറി കണക്ട് ചെയ്തേക്കുന്നതല്ലേ, സെക്കൻഡറി കണക്ട് ചെയ്തേക്കുന്ന ഒരു 60 വാട്ട് ലാമ്പാണ്. അപ്പം ഔട്ട്പുട്ടിലെ പവറാണ് 60 വാട്ട്. ഓക്കെ, അതുപോലെ ലാമ്പിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് 12 വോൾട്ട്. ഓക്കെ, ഹൂസ് പ്രൈമറി കണക്റ്റഡ് ടു AC മെയിൻസ്. പ്രൈമറി കണക്റ്റഡ് ടു AC മെയിൻസ് എന്ന് വെച്ചാൽ പ്രൈമറി വോൾട്ടേജ് VP 220 വോൾട്ടാണ്. ട്രാൻസ്ഫോമർ ഐഡിയലാണ്, ഐഡിയൽ ട്രാൻസ്ഫോമറാണ് എങ്കിൽ കറണ്ട്, പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കുക. ട്രാൻസ്ഫോമർ ഐഡിയലാണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ മക്കളെ, ഫോർ ഐഡിയൽ ട്രാൻസ്ഫോമർ നമുക്കറിയാം, ഐഡിയൽ ട്രാൻസ്ഫോമർ ആകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താ? എഫിഷ്യൻസി മക്കളെ 100%. എഫിഷ്യൻസി 100 എന്ന് പറഞ്ഞാൽ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഔട്ട്പുട്ട് പവറെ ബൈ ഇൻപുട്ട് പവറെ ഇൻറ്റു 100.
എഫിഷ്യൻസി 100 ആകുമ്പോൾ 100 പി ഔട്ട് ബൈ പി ഇൻപുട്ട് ഇൻറ്റു 100. ഇത്ര ഒന്നും എഴുതരുത്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന 100 വെട്ടിപ്പോയി. പി ഇൻപുട്ട് ഈക്വൽ ടു പി ഔട്ട്പുട്ട് വരും. സോ അപ്പം എഫിഷ്യൻസി 100 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമാണ്. എഫിഷ്യൻസി 100 ആണ്, പവർ ലോസ് ഇല്ല. എഫിഷ്യൻസി 100% എന്ന് പറഞ്ഞാൽ പവർ ലോസ് ഇല്ല. ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഇൻപുട്ട് പവർ ആരാ? ഇൻപുട്ട് വോൾട്ടേജ് വി പി ഐ പി. ഇൻപുട്ട് വോൾട്ടേജ് വി പി ഐ പി. ഔട്ട്പുട്ട് വോൾട്ടേജ് പവർ ആരാ? വി എസ് ഐ എസ്. ഇവിടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, പ്രത്യേകം ഇവിടെ തന്നിട്ടുണ്ട്. എന്തുവാ? 12 വോൾട്ട് 60 വാട്ട് ലാമ്പാണ് ഇവിടെ സെക്കൻഡറി കണക്ട് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു 12 വോൾട്ട് 60 വാട്ട് ലാമ്പാണ്. അപ്പം ഔട്ട്പുട്ട് പവറാണ് 60. സോ പി ഔട്ട് നമുക്ക് ഉണ്ട്. അതുപോലെ പ്രൈമറി കണക്റ്റഡ് ടു എ സി മെയിൻസ് 220 വോൾട്ട്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് 220 വോൾട്ട്. നമുക്ക് വേണ്ട കറണ്ട് ഇൻ പ്രൈമറിയാണ്. അപ്പോൾ പ്രൈമറി ഉണ്ടല്ലോ 220. പ്രൈമറിയിലെ കറണ്ടാണ് വേണ്ടത്. ഔട്ട്പുട്ടിലെ പവർ അറിയാമല്ലോ. ഔട്ട്പുട്ടിലെ പവർ എത്ര? 60. സോ ഐ പി ഈസ് ഈക്വൽ ടു 60/220. മക്കളെ 60നെ 220 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ 60/220 6/22. 6/22 വരുമ്പം ഇത് മുകളിലോട്ടൊരു 0 ഇട്ടാൽ ഒരു 0.27 സംതിങ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ വരേണ്ടത്. നിങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 0.27 ആംപിയർ ആയിരിക്കും ആൻസർ. സോ ആൻസർ ഈസ് 0.27 ആംപിയർ ആണ് കേട്ടോ. നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. കാരണം ഇത് 6, ഇത് 22. ഈ മുകളിലൊരു 0 കൂടെ കൊടുത്താൽ 60. 60-നകത്ത് 22 3 വട്ടം പറ്റത്തില്ല. അപ്പോൾ 2 വട്ടം പറ്റത്തുള്ളൂ. 2 വരുന്ന പോയിന്റ് വരുന്ന ഓപ്ഷൻ 0.27 ഉള്ളൂ. നമ്മളങ്ങനെ ലോജിക്കലി കണ്ടുപിടിച്ചെടുക്കുക. 0.27 ആംപിയർ ആണ്. വേറെ ഒന്നും ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ ഇതാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത് അതിന് മുമ്പത്തെ വർഷം ചോദിച്ച 2021 ക്വസ്റ്റ്യൻ. ഇതേപോലെ മക്കളെ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ. ഒരേ മോഡലാണ്. നിങ്ങളൊന്നും ആലോചിച്ചാൽ 2022, 2023, 24, 21 എല്ലാ വർഷവും ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ ഇല്ലാത്ത വർഷമില്ല. എല്ലാ വർഷവും ട്രാൻസ്ഫോമർ ഉണ്ട്. സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ അതാണ് നോക്കി ട്രാൻസ്ഫോമർ ചോദിച്ച ക്വസ്റ്റ്യൻ. എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു AC മെയിൻ സപ്ലൈ ഓഫ് 220 വോൾട്ട്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ ആരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന സപ്ലൈ വോൾട്ടേജ് എത്ര? 220 വോൾട്ടാണ്. മേഡ് ടു ഓപ്പറേറ്റ് 11 വോൾട്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആരെ ഓപ്പറേറ്റ് ചെയ്യാനാണ്? ഒരു 11 വോൾട്ട് 44 വാട്ടുള്ള ബൾബിനെ ഓപ്പറേറ്റ് ചെയ്യാനാണ്. ഇഗ്നോറിങ് പവർ ലോസ്. പവർ ലോസ് ഇല്ല എന്ന് വെച്ചാൽ ഐഡിയൽ ട്രാൻസ്ഫോമറാണ്. കറണ്ട് ഇൻ ദ പ്രൈമറി സർക്യൂട്ട്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു AC മെയിൻ സപ്ലൈ. ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റി തന്നേക്കുന്നത്. AC മെയിൻ സപ്ലൈ 220 വോൾട്ട് എന്ന് വെച്ചാൽ പ്രൈമറി വോൾട്ടേജാണ് 220. മേഡ് ടു ഓപ്പറേറ്റ്. അത് ഉപയോഗിച്ച് ആരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തേക്കുന്ന സപ്ലൈ 220 വോൾട്ട്. അപ്പോൾ പ്രൈമറിയാണ്. മേഡ് ടു ഓപ്പറേറ്റ് 11 വോൾട്ട് 44 വോൾട്ട് ലാമ്പിനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത്. സോ അപ്പോൾ സെക്കൻഡറിയിലാണ് ലാമ്പ് ഇരിക്കുന്നത്. അപ്പോൾ 11 വോൾട്ട് 44 പവർ. ഇപ്പോൾ 44 വാട്ട് എന്ന് പറഞ്ഞാൽ പവറാണ്. ഔട്ട്പുട്ട് പവർ പി ഔട്ടാണ് എത്ര? 44 വാട്ട്. മക്കളെ പിന്നെ വേറെ കാര്യങ്ങൾ പറയാം. എപ്പോഴും സ്റ്റെപ്പ് ഡൗണിൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് കണ്ടോ 220, ഔട്ട്പുട്ട് കണ്ടോ 11 കണ്ടോ, കുറച്ച് ഇടുക. അതിനാണല്ലോ സ്റ്റെപ്പ് ഡൗൺ നമ്മൾ ചെയ്യുന്നത്. ഔട്ട്പുട്ട് പവറാണ് 44. പവർ ലോസ് ഇഗ്നോർ ചെയ്യുക, കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് പവർ ലോസ് ഇഗ്നോർ ചെയ്യുക വെച്ചാൽ ഐഡിയൽ ട്രാൻസ്ഫോമർ പി ഇൻപുട്ട് ഈക്വൽ ടു പി ഔട്ട്. പവർ ലോസ് ഇല്ല. പവർ ലോസ് ഇല്ലെന്ന് വെച്ചാൽ ഐഡിയൽ ട്രാൻസ്ഫോമർ പി ഇൻപുട്ട് ഈക്വൽ ടു പി ഔട്ട്പുട്ട്. പി ഇൻപുട്ട് ആരാ? VP IP. ഔട്ട്പുട്ട് പവർ 44. നമ്മൾ മുമ്പേ ചെയ്ത് തന്നെ 220 × IP ഈക്വൽ ടു 44. സോ IP ഈസ് ഈക്വൽ ടു 44/220. വെട്ടി പോയി 2/10. 2/10 സംശയം വേണ്ട 0.2 ആംപിയർ. സോ ആൻസർ 0.2 ആംപിയർ. മുമ്പ് ചെയ്ത സെയിം ടൈപ്പ്. സോ മക്കളെ ഇനി 2014 ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. 2014 ചോദിച്ച ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമർ ഹാസ് എഫിഷ്യൻസി 90%. കണ്ടോ, ഐഡിയൽ ട്രാൻസ്ഫോമർ അല്ല വന്നേക്കുന്നത്. കണ്ടോ, എഫിഷ്യൻസി 90%. വർക്കിംഗ് ഓൺ 200 വോൾട്ട് ആൻഡ് 3 കിലോവാട്ട് പവർ സപ്ലൈ. അതായത് വർക്ക് ചെയ്യുന്നത് 200 വോൾട്ട്. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. വർക്ക് സെറ്റ്, സ്റ്റാർട്ട് സെറ്റ്, റൺ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻപുട്ടാണ്. വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്യൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇൻപുട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് സെറ്റ് അല്ല, വർക്കിംഗ് ആണ് 200 വോൾട്ട് എന്ന് വെച്ചാൽ അതായത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. പ്രൈമറിയാണ് 200 വോൾട്ട്. ഓക്കെ. ആൻഡ് 3 കിലോവാട്ട് പവർ സപ്ലൈ എന്ന് വെച്ചാൽ ഇൻപുട്ട് പവർ പി ഇൻപുട്ടാണ് 3 കിലോവാട്ട്. 3 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ 3000 വാട്ട്.
ഓക്കെ. ഇഫ് കറണ്ട് ഇൻ സെക്കൻഡറി കോയിൽ 6 ആംപിയർ, സെക്കൻഡറി കോയിലെ കറണ്ട് മക്കളെ 6 ആംപിയർ, സെക്കൻഡറിയിലെ കറണ്ട് 6 ആംപിയർ, IS 6 ആംപിയർ. ഓക്കെ, എങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി കോയിൽ ആൻഡ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ, പ്രൈമറി കോയിലെ കറണ്ടും വേണം, സെക്കൻഡറി കോയിലെ വോൾട്ടേജും വേണം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെ തന്നിട്ടുണ്ട്? പ്രൈമറി വോൾട്ടേജ് 200 വോൾട്ട് അല്ലേ, ഇൻപുട്ട് പവർ എത്ര? 3 കിലോ വാട്ട് എന്ന് വെച്ചാൽ 3000 വാട്ട്. സോ നമുക്കറിയാം ഇൻപുട്ട് പവറിനെ എങ്ങനെ എഴുതാം? VP IP അല്ലേടേ. അപ്പം 3000 സമം 200 ഇൻറ്റു IP. അപ്പോൾ ഇൻപുട്ടിലെ കറണ്ട് ഡയറക്റ്റ്ലി കിട്ടിയല്ലോ, 3000/200. സോൾവ് ചെയ്യുമ്പോൾ 15 ആംപിയർ. സോ ഇൻപുട്ടിലെ കറണ്ടായി 15 ആംപിയർ, ഇൻപുട്ട് കറണ്ട് 15 ആംപിയർ. പക്ഷേ എല്ലാ 15 രണ്ടിടത്തുണ്ട്, അപ്പോൾ ഡയറക്റ്റ്ലി കുത്താൻ പറ്റത്തില്ല. ഇൻപുട്ട് കറണ്ട് 15 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തെ കിട്ടി കറണ്ട് ഇൻ പ്രൈമറി എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറിയിലെ ഇൻപുട്ടിലെ പ്രൈമറിയിലെ കറണ്ട് നമുക്ക് 15 ആംപിയർ എന്ന് കിട്ടി. ശരി, ഇനി അടുത്ത വേണ്ട ആരെയാ? വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി. വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി വേണം. സെക്കൻഡറിയിലെ വോൾട്ടേജ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എളുപ്പമല്ലേ, നമുക്ക് എഫിഷ്യൻസി നമ്മട്ടുണ്ടല്ലോ 90% അല്ലേ മക്കളെ. ഇപ്പോൾ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കറിയാം VS/IS/VP IP ഇൻറ്റു 100 ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 അതല്ലേ എഫിഷ്യൻസി. എഫിഷ്യൻസി 90 സമം നമുക്ക് സെക്കൻഡറിയിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേണ്ടേ? VS അറിയത്തില്ല. IS ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. IS സെക്കൻഡറിയിലെ വോൾട്ടേജ് വേണ്ടേ? സെക്കൻഡറി കോയിലെ കറണ്ട് തന്നിട്ടുണ്ട് 6 ആംപിയർ, IS 6 ബൈ VP IP എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. VP IP എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറാണ്. VP IP എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറാണ് 3000. അതിന് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യണ്ട, 3000 ഡയറക്റ്റ്ലി അറിയാം. ഇൻറ്റു 100, 100 2 0 ഇത് വെട്ടി. ഇപ്പുറത്തുള്ള 90 ഇൻറ്റു 30 സമം VS ഇൻറ്റു 6, 6 30 വെട്ടി. VS സമം 90 ഇൻറ്റു 5, 90 ഇൻറ്റു 5 450 വോൾട്ട്. സോ സെക്കൻഡറിയിലെ വോൾട്ടേജ് മക്കളെ കിട്ടും 450 വോൾട്ട്. സോ സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് വർക്കിംഗ് ഓൺ 200 വോൾട്ട്, അപ്പോഴേ ഓർത്തോണം അത് പ്രൈമറി ആണ്, പ്രൈമറി വോൾട്ടേജ് ആണ്. അതുപോലെ 3 കിലോ വാട്ട് പവർ, അപ്പോൾ ഇൻപുട്ട് ആണ്. വർക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, റൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അല്ല, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻപുട്ടിനെയാണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് 6 ആംപിയർ ആണ്. വോൾട്ടേജ് അക്രോസ് സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ട് ഇൻ പ്രൈമറി കോയിലും വേണം. രണ്ടും കണ്ടുപിടിക്കണം. 2014 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എളുപ്പമാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഇൻപുട്ടിലെ വോൾട്ടേജ് 200 വോൾട്ട്, ഇൻപുട്ട് പവർ 3000 വോൾട്ട്. അപ്പോൾ P ഇൻപുട്ട് VP IP 3000 സമം 200 ഇൻറ്റു IP ആണ് 3000/200 15 ആംപിയർ. എഫിഷ്യൻസി 90%. VS/IS/VP IP ഇൻറ്റു 100, 90 VS ഇൻറ്റു 6/3000 ഇൻറ്റു 100 വെട്ടി കളഞ്ഞു. VS 450 വോൾട്ട്, VS 450 വോൾട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടുത്തെ പരിപാടി. രണ്ടും കിട്ടി, ആൻസറായി. ഇനി മക്കളെ ഒരു കാര്യം കൊണ്ട് ഓർക്കുക, ട്രാൻസ്ഫോമറിലെ എനർജി ലോസസ്. ഒരു ട്രാൻസ്ഫോമറിനകത്ത് എനർജി ലോസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോപ്പർ ലോസ് ഉണ്ടാവാം, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവും, ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും, എഡ്ഡി കറണ്ട് ലോസ് ഒക്കെ ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. എഡ്ഡി കറണ്ട് ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ കോറുകളൊക്കെ ലാമിനേറ്റ് ചെയ്യുന്നത്. എഡ്ഡി കറണ്ട് ലോസുകൾ പോലുള്ള ലോസുകളെയൊക്കെ കുറയ്ക്കാനായിട്ടാണ്. കോപ്പർ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്ററിസിസ് ലോസ്, എഡ്ഡി കറണ്ട് ലോസ്, ഇതെല്ലാം എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമറാണ്. ഓക്കെ, 2006 ചോദിച്ച ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ശ്രദ്ധിക്കുക, ദ കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ലാമിനേറ്റഡ് ബിക്കോസ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ കോറ് ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? വെയിറ്റ് ഓഫ് ദ ട്രാൻസ്ഫോമർ, വെയിറ്റ് കുറയ്ക്കാനാണ്. റസ്റ്റിങ് പ്രിവെൻറ്റ് ചെയ്യാൻ, തുരുമ്പ് പിടിക്കുന്ന പ്രിവെൻറ്റ് ചെയ്യാണ്. റേഷ്യോ പ്രൈമറി ആൻഡ് വോൾട്ടേജ്, പ്രൈമറി സെക്കൻഡറിയിലെയും വോൾട്ടേജുകൾ റേഷ്യോ കൂട്ടാനാണ്. അതിന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലേ പറ്റും, ഇത് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇനി എനർജി ലോസ് ഡ്യൂ ടു എഡ്ഡി കറണ്ട് മേ ബി മിനിമൈസ്ഡ്, അതായത് എനർജി ലോസ് കുറയ്ക്കാനാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ അപ്പോൾ മക്കളെ നമ്മൾ 2006 മുതൽ ഏകദേശം 2024 വരെയുള്ള 20 വർഷത്തെ ഓളം നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. 2004, 2006 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ നമ്മളൊരു 20ഓളം വർഷങ്ങളിലെ നീറ്റിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല റൗണ്ടായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം AC ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസും ചാപ്റ്ററും കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷം ഇതിനകത്തുനിന്ന് 1 മാർക്ക് പോലും പോകത്തില്ല. ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ കട്ടായിട്ട് കിട്ടും, ഒരു സംശയം വേണ്ട. സൂപ്പറായിട്ട് പോയി പരീക്ഷ എഴുതുക. സോ നമുക്കിനി വീണ്ടും വേറെ ഏതെങ്കിലും ക്ലാസ്സുകളുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടും.